السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെ, ഇന്നത്തെ ഈ ഒരു സായാഹ്നത്തിൽ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പ്രഭാഷണം നടക്കുന്നത്. ആരാണ് യഥാർത്ഥ അഹ്ലുസുന്ന എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത്. നമ്മുടെ മുമ്പിൽ വലിയ ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കി ചില കാര്യങ്ങൾ സംസാരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന വാക്ക് ഇസ്ലാമിക ലോകത്ത് തീർത്തും പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ്. മുസ്ലിം സമുദായത്തിലെ എല്ലാ അവാന്തര വിഭാഗങ്ങളും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തങ്ങളാണ് യഥാർത്ഥ അഹ്ലുസുന്ന എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ അവകാശ തർക്കങ്ങൾക്കിടയിൽ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഉള്ളതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റിൽ നിന്ന് എങ്ങനെയാണ് ഒറിജിനൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക? അങ്ങനെ തിരിച്ചറിയാനുള്ള ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ആരാണ് അഹ്ലുസുന്ന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇസ്ലാമിന്റെ ആദ്യകാലം മുതൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് അനന്തരം ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലമായപ്പോൾ തന്നെ മുസ്ലിം ഉമ്മത്തിൽ പലതരത്തിലുള്ള ഫിത്നകൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ഫിത്നകളിൽ ഒരുപാട് കക്ഷികൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊന്നുകളഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിൽ വളർന്നു വന്നിട്ടുള്ള തീവ്രമായ മനസ്ഥിതിയുള്ള ആളുകളാണ്. അലി റളിയല്ലാഹുവിന് ഗുരുതരമായ തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ഖവാരിജുകളാണ് അലി റളിയല്ലാഹുവിനെ കൊന്നുകളഞ്ഞത്. അങ്ങനെ ഒരു പുതിയ കക്ഷി ഉണ്ടായി. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ടായ പുതിയ കക്ഷികളാണ് ഖവാരിജ്. അതേപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മുഅ്തസില എന്ന് പറയുന്ന ഒരു വിഭാഗം, മുഅ്തസിലിയാക്കൾ, ജഹ്മികൾ, ഷിയകൾ, ഷിയത്തു അലി, അലി റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളെന്നാണ് എന്ന പേരിൽ രംഗത്ത് വരികയും ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ പാരമ്പര്യകാര് എന്ന് വാദിക്കുകയും ചെയ്തുകൊണ്ട്
വന്നിട്ടുള്ളൊരു കൂട്ടരാണ് ഷിയാക്കൾ. ഇപ്പൊ ഇറാനിലൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഷിയാക്കളാണ്. ലോകത്തിലെ മുസ്ലിം സമുദായത്തിൽ വലിയ പ്രബലമായ വിഭാഗമായി ഷിയാക്കൾ മാറിയിട്ടുണ്ട്. അത് ഇസ്ലാമിക ഉമ്മത്തിൽ നിന്നും പൊട്ടിമുളച്ചിട്ടുള്ള ഒരു പുതിയ ആശയധാരയാണ്. അതേപോലെ തന്നെ വേറൊരു കൂട്ടരാണ് മുർജിയക്ക്, ഖദരിയത്ത്, ജഹ്മിയത്ത് എന്നൊക്കെ പറയുന്ന ഒരുപാട് കക്ഷികൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഈ പറയപ്പെട്ട കക്ഷികളെക്കുറിച്ചും അവരുടെ ആശയങ്ങളെക്കുറിച്ചും അവരുടെ ആദർശങ്ങളെക്കുറിച്ചുമാണ് ബിദ്അത്തിന്റെ ആശയക്കാർ എന്ന് നമ്മൾ പറയാം. എന്ന് പറഞ്ഞാൽ സുന്നത്തിന് എതിരായി വന്നിട്ടുള്ള വിഭാഗങ്ങളായിട്ടാണ് ഇസ്ലാമിക സമൂഹത്തിൽ ഈ പറയപ്പെടുന്ന വിഭാഗക്കാരൊക്കെ എണ്ണപ്പെടുന്നത്. അപ്പൊ ഇതിന് വ്യത്യസ്തമായി ഉണ്ടായതാണെന്ത്? അതിൽ നിന്നും വേർതിരിയുന്ന ഒരു ആശയധാരയാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. എന്താണ് അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല, അതാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ല, അദ്ദേഹം അഹ്ലുസുന്ന വൽ ജമാഅ ആരാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: لا إله إلا الله الله أكبر لا إله إلا الله الصلاة القائمة يا الله. സഹോദരന്മാരെ, ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജമാഅത്ത് ഈ പരിപാടി കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ജമാഅത്തിന് വേണ്ടി പ്രത്യേകമായി നമ്മൾ ഇവിടെ നിർത്തി വെക്കുന്നില്ല. പരിപാടി കഴിഞ്ഞതിന് ശേഷം ജമാഅത്തായി പള്ളിയിൽ നമസ്കരിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചാൽ, അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയാക്കി കാണിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾക്കാണ് പറയുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെയും അവിടെ പ്രവൃത്തിയിലൂടെയും സഹാബത്തിന് നൽകിയിട്ടുള്ള മൗനാനുവാദങ്ങളിലൂടെയും ദീനായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ദീനിന്റെ സുന്നത്താണ്. അഥവാ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് വിശ്വസിക്കണം, എന്ത് അനുഷ്ഠിക്കണം, എന്ത് ആചരിക്കണം, എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് നൽകുന്ന കാര്യമാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ. രണ്ടാമത് വരുന്നത് അൽ ജമാഅത്താണ്. ആരാണ് ഈ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ? അൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
അനുചരന്മാരായ സഹാബത്ത് ഏതൊരു കാര്യത്തിൽ ഏകാഭിപ്രായത്തിലായിട്ടുണ്ടോ, യോജിച്ചിട്ടുണ്ടോ, അതിനെക്കുറിച്ചാണ് ജമാഅത്ത് എന്ന് പറയുക. ഇപ്പൊ മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ സ്വീകരിക്കേണ്ട രീതി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ദീൻ പഠിച്ച് പ്രാവർത്തികമാക്കിയിട്ടുള്ള സഹാബത്തിന്റെ നിലപാട് എന്താണ് എന്ന് നോക്കിയിട്ടാണ്. ആ രണ്ട് സ്ഥലങ്ങളിലും ഉണ്ടോ, അതിനെക്കുറിച്ചാണ് ഒറിജിനൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയാം. എന്നാൽ നമ്മുടെ ലോകത്ത് ഞങ്ങളാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ അവകാശികൾ എന്ന് പറയുന്ന ഏത് കക്ഷിയെ നിങ്ങൾ എടുത്തു നോക്കുക, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഷ്ഠാന കാര്യങ്ങളാകട്ടെ, അവരുടെ വിശ്വാസ കാര്യങ്ങളാകട്ടെ, പലതും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആശയമോ ആദർശമോ ആയിക്കൊള്ളണം എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയിട്ടുള്ള സമൂഹം സഹാബത്തുൽ കിറാം അനുഷ്ഠിച്ചതോ ആചരിച്ചതോ ആയിക്കൊള്ളണം എന്നില്ല. അപ്പൊ അങ്ങനെ ആകുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് അഹ്ലുസുന്നത്തല്ല. ഞങ്ങൾ അഹ്ലുസുന്നത്താണ് എന്ന് പറയുകയും എന്നാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോ വിശ്വസിച്ചു വരുന്ന സംഗതികളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സഹാബത്തിലേക്കോ ചേർത്ത് പറയാൻ കഴിയാത്ത പ്രമാണ വിരുദ്ധമായ കാര്യങ്ങളായിക്കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നവരായ ആളുകളെ കുറിച്ച് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയില്ല. അപ്പൊ ഒറിജിനൽ ഏതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് എന്ന് വേർതിരിയുന്ന മാനദണ്ഡം അതാണ്. നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന വ്യത്യസ്തങ്ങളായ സംഘടനക്കാരായ ആളുകൾ ഇന്ന് ദീനായി അനുഷ്ഠിക്കുകയും ആചരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും സഹാബത്തിലേക്കും ചേരുന്നതാണ്, അവിടെ ഉള്ളതാണ് എന്ന് കൃത്യമായി ഒരാൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ അത് ആര് പറഞ്ഞാലും, അത് ഇവിടുത്തെ സമസ്തക്കാരൻ പറഞ്ഞാലും ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറഞ്ഞാലും മുജാഹിദുകൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് ചേരും. അതല്ല, അവിടേക്ക് ചേർക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഈ പറയപ്പെടുന്ന ആരുണ്ടാക്കിയാലും അതൊന്നും എന്താകൂല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, നിങ്ങളിൽ ഏറ്റവും ഉത്തമമായ തലമുറ എന്റെ തലമുറയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയാത്തിലുണ്ടാവുകയും അതേപോലെ തന്നെ സഹാബത്തുകൾ ജീവിക്കുകയും ചെയ്ത കാലം, ആ കാലമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായ തലമുറ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ മാതൃകയാകേണ്ടത് അവിടെയാണ്. പിന്നെ പറയുന്നു സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനോടടുത്ത തലമുറയാണ്, പിന്നെ അതിനോടടുത്ത തലമുറയാണ്. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഇസ്ലാമിന്റെ 3 തലമുറ കാലഘട്ടത്തിൽ ജീവിച്ചവരായ ആളുകൾ, അവരെ കുറിച്ചാണ് നമ്മൾ യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ ആളുകളെന്നും ജമാഅത്തിന്റെ ആളുകളെന്നും പറയുക. അതിൽ ആരൊക്കെ പെട്ടു? സഹാബത്ത് പെട്ടു. രണ്ടാമത്തെ സഹാബത്തിനെ കണ്ട താബീയങ്ങൾ പെട്ടു. മൂന്നാമത്തെ തലമുറയിൽ താബീയങ്ങളെ കണ്ട തബൂ താബീയങ്ങൾ പെട്ടു. മദ്ഹബിന്റെ ഇമാമികൾ അടങ്ങുന്നവരായ മഹാരഥന്മാരായ ഉലമാക്കന്മാരെല്ലാം ഈ പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന സരണിയുടെ ഭാഗമായി തീർന്നു. അപ്പൊ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ആലോചിക്കുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ? ഈ പറയുന്ന ഉത്തമ നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ജീവിച്ച തലമുറയിൽ നമ്മൾ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നിങ്ങൾ എന്റെ നടപടിക്രമങ്ങളെ പിൻപറ്റണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ ശേഷം വരുന്നവരായ എന്റെ പിന്മുറക്കാരായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ മാർഗത്തെയും സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കണം. അതിന് നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. എന്റെ സുന്നത്തിനെയും എന്റെ സഹാബത്തിന്റെ സുന്നത്തിനെയും നടപടികളെയും നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. വയ്യാക്കും, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. വമുഹ്ദസാത്തിൽ ഉമൂർ, ദീനിൽ പുതിയ പുതിയ സംഗതികൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണം, സൂക്ഷിക്കണം. പുതിയ സംഗതി എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മനസ്സിലാക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതായ വിശ്വാസങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ലാത്തതായ പുതിയ പുതിയ ആരാധനകളോ പുതിയ പുതിയ അനുഷ്ഠാന രീതികളോ ആരെങ്കിലും
കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊന്നെന്തല്ല, അഹ്ലുസുന്നത്തല്ല. അതിനെക്കുറിച്ചാണ് അഹ്ലുൽ ബിദ്അ എന്ന് പറയാ. പുത്തനാശയക്കാർ, പുത്തൻവാദികൾ എന്ന് പറയുന്നത് അവരെ കുറിച്ചാണ്. വയ്യാക്കും വമുഹ്ദസാതിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ. എല്ലാ നവീനമായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾക്കും പറയുന്ന പേരാണ് ബിദ്അ. പുത്തൻ നിർമ്മിതികൾ അതിനാണ് പറയുക. വകുല്ലു ബിദ്അത്തിൻ ളലാല. അങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാ നവീന സമ്പ്രദായങ്ങളും ലലാലത്തുകളാണ്, വഴികേടുകളാണ്. വകുല്ലു ലലാലത്തിൻ ഫിന്നാർ. ആ ലലാലത്തുകളൊക്കെ അവസാനം ചെന്നെത്തുന്ന എവിടെയാണ്? നരകത്തിലേക്കാണ്. അപ്പൊ നരകത്തിലേക്ക് പോകുന്നവരായ ആളുകളുണ്ട്. അഥവാ ഇസ്ലാമിക ഉമ്മത്തിൽ തന്നെ ഞങ്ങൾ യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ ആളുകളാണെന്ന് വാദിക്കുകയും എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളതല്ലാത്ത, അവിടുത്തെ സഹാബത്തിന്റെ നടപടിക്രമങ്ങൾക്ക് യോജിക്കാത്ത നവീനമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നവരായ ആളുകൾ, അവർ യഥാർത്ഥത്തിൽ ഇസ്ലാം വിശ്വസിക്കുകയും ഇസ്ലാമിന്റെ ശരണിയാന്ന് വിചാരിക്കുകയും ചെയ്തുകൊണ്ട് അന്തിമമായി നരകത്തിന്റെ അവകാശികളായി തീരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള വഴി. ഡ്യൂപ്ലിക്കേറ്റിൽ നിന്നും ഒറിജിനൽ തിരിച്ചറിയാനുള്ള വഴി അതാണ്. അതിന്റെ ക്രൈറ്റീരിയ എന്താണത്? ചെയ്യുന്ന കാര്യങ്ങൾ ഏതും അള്ളാഹുവിന്റെ റസൂലിൽ നിന്നുണ്ടായതാണോ, അള്ളാഹുവിന്റെ റസൂൽ വളർത്തിയ സഹാബത്തിന്റെ നടപടിക്രമങ്ങളാണോ എന്ന് പരിശോധിക്കുക. അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് അഹ്ലുസുന്നയാണ്. അതിലില്ലേ, ആര് ചെയ്താലും ശരി, അത് ചെയ്യുന്നവന്റെ വലുപ്പമോ അയാളുടെ മഹത്വമോ ഒന്നും നമ്മുടെ മുമ്പിൽ പ്രശ്നമേ അല്ല. അവിടെ ഇല്ലേ, ഇല്ലെങ്കിൽ അത് ബിദ്അത്തിന്റെ ആശയമാണ്. അപ്പൊ അഹ്ലുൽ ബിദ്അ എന്ന് പറഞ്ഞാൽ ഇന്നതാകുന്നു, അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ ഇന്നതാകുന്നു എന്നത് ഇവിടെ വളരെ കൃത്യമായി ഈ പറഞ്ഞ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ എന്തിനാണ് ഇപ്പൊ ഈ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ആരാണ് യഥാർത്ഥ അഹ്ലു സുന്ന എന്ന് ചർച്ച ചെയ്യേണ്ടതിന്റെ ആവശ്യമെന്ത് എന്നൊരു പക്ഷേ ചില ആളുകൾക്കെങ്കിലും സംശയമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലം കൂടി ഞാനിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കാം. നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ അപ്പുറത്ത് പുന്നപ്പാടം കക്കോട്ട് പുത്തൻപള്ളി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ പള്ളിയുമായും പള്ളി സംവിധാനങ്ങളുമായും സഹകരിച്ചു പോകുന്നവരായ ഏതാനും ആളുകൾ അവർ ജുമാ നിസ്കരിക്കുന്നതിന് വേണ്ടി സലഫി പള്ളി തേടി പോകാൻ തുടങ്ങി. സലഫികളായ ആളുകൾ നടത്തുന്ന പ്രഭാഷണങ്ങൾ കേൾക്കാൻ താല്പര്യം അവർക്ക് തോന്നി. അത്തരം പരിപാടികൾ അവർ സംബന്ധിക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോ പള്ളി കമ്മിറ്റി ഇളകി വശാവുകയും ആ പറയപ്പെട്ടവരായ ആളുകൾക്കെതിരെ ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ആ പറഞ്ഞവരായ ആളുകളൊക്കെ തീവ്രവാദത്തിന്റെ ആശയക്കാരാണ് എന്നാരോപിച്ചു. വളരെ ഗൗരവമേറിയ ഒരാരോപണമാണിത്. ഈ പറഞ്ഞവരൊക്കെ തീവ്രവാദികളാണ്, അതുകൊണ്ട് അവരെ മഹല്ല് സംവിധാനവുമായി അടുപ്പിക്കാൻ പാടില്ല, അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പാടില്ല, മഹല്ല് സംവിധാനത്തിന് കീഴിൽ വിദ്യാഭ്യാസം നൽകാൻ പാടില്ല. അങ്ങനെയുള്ളവരായ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഖബർസ്ഥാനിൽ ഖബറടക്കാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങി പല സംഗതികളും അവര് പ്രഖ്യാപിക്കുകയും അതിന്റെ പേരിൽ ഒരുപാട് ഉപദ്രവങ്ങൾ ചില സഹോദരന്മാർക്ക് നേരിടുകയും ചെയ്യേണ്ടി വന്നു. ഇത് എല്ലാ സ്ഥലത്തുള്ള പ്രശ്നങ്ങളാണ്. സത്യത്തിന്റെ വക്താക്കളായ ആളുകളോട് ചേരുകയോ അവർ പറയുന്നത് കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്ക് ഉണ്ടാകുന്ന ഒരു തരം പ്രതിഫലനങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അങ്ങനെ ഈ പ്രശ്നമുണ്ടായപ്പോ, മഹല്ലിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുക എന്ന് പറയുന്ന ഗുരുതരമായ വിഷയങ്ങളുണ്ടായപ്പോ അത്തരം ചില സഹോദരന്മാർക്ക് അതിൽ മാനസികമായി വല്ലാത്ത പ്രയാസമുണ്ടാവുകയും അവര് കേരള സംസ്ഥാന വഖഫ് ബോർഡിന് ഈ കാര്യം ഒരു പരാതിയായി കൊടുക്കുകയും ചെയ്തു. ആ വഖഫ് ബോർഡ് ഇവരുടെ പരാതി പരിഗണിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ളൊരു സർക്കുലർ ഉണ്ട്. ആ സർക്കുലറാണ് എന്റെ കയ്യിലുള്ള ഈ സർക്കുലർ. അത് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം. കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് മഹല്ലുകളിൽ ഊരുവിലക്ക് എന്ന പേരിൽ നടക്കുന്ന അപരിഷ്കൃത നിയമവിരുദ്ധ നടപടികൾ നിരോധിച്ചുകൊണ്ട് വ്യക്തവും കർശനവുമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്, അതാണ് എന്റെ വിഷയം. രണ്ടാമത്തെ സൂചന,
25/1/2024, 2/2/24 എന്നീ തീയതികളെ റഫറൻസ് F1 120/2022 റഫറൻസ് നമ്പർ സർക്കാർ കത്തുകൾ. 6/2/24 വഖഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ചേംബറിൽ കൂടിയ യോഗത്തിൽ നടപടി കുറിപ്പ്. 13/2/2024 ബോർഡ് യോഗ തീരുമാനം. അങ്ങനെ വഖഫ് ബോർഡ് ഇവരുടെ പരാതി പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുത്തു. അതെല്ലായിടത്തും അയച്ചു കൊടുത്തു. എന്താണ് തീരുമാനം? കേരളത്തിലെ വിവിധ മഹല്ലുകളിൽ പ്രാദേശികമായി ചില വിഭാഗങ്ങളുമായി വ്യക്തികളുമായി ഉണ്ടാക്കുന്ന തർക്കങ്ങളുടെ പേരിൽ വിവിധ രീതിയിലുള്ള നിയമവിരുദ്ധ തീരുമാനങ്ങൾ മഹല്ല് ഭാരവാഹികൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് വഖഫ് ബോർഡ് മുമ്പാകെ പരാതികൾ ലഭിക്കുന്നുണ്ട്. ഇതിവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഈ പരാതികളുണ്ട്. ഒരാൾ ആ മഹല്ല് സംവിധാനത്തിന്റെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് പാരമ്പര്യമായി സ്വീകരിച്ചു വരുന്ന കാര്യങ്ങൾ ഇസ്ലാമിക ആയാലും ശരി, ഇസ്ലാമികമല്ലാത്ത ആണെങ്കിലും ശരി, ഒരാൾക്ക് അത് ഇസ്ലാമികമായി യോജിക്കാത്ത കാര്യമാണെന്ന് തോന്നുമ്പോ അയാൾ ഒരുപക്ഷെ വിട്ടുനിന്നെന്ന് പറയേക്കാം. അങ്ങനെ വിട്ടുനിൽക്കുന്നവരായ ആളുകൾക്ക് ഊരുവിലക്ക് കൊടുക്കുക. ഇപ്രകാരമുള്ള നിയമവിരുദ്ധ തീരുമാനങ്ങളിൽ ചിലത് ഊരുവിലക്ക് പ്രഖ്യാപിക്കൽ, വിവാഹ രജിസ്ട്രേഷൻ തടയൽ, മയ്യത്ത് മറവ് ചെയ്യുന്നതിൽ വിലക്ക് ഏൽപ്പിക്കുക, മദ്രസ വിദ്യാഭ്യാസം നിഷേധിക്കുക, മഹല്ല് അംഗത്വം നിഷേധിക്കുക, റദ്ദാക്കുക തുടങ്ങിയവയാണ്. ഇതൊക്കെ കേരളത്തിൽ ഭൂരിപക്ഷ മഹല്ല് ഭൂരിപക്ഷത്തിന്റെ ആ വലിയ തിണ്ണബലം ഉപയോഗിച്ചുകൊണ്ട് സാധാരണ പാവപ്പെട്ടവരായ ആളുകൾക്കെതിരെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് വഖഫ് ബോർഡ് അതിനിശിതമായി വിമർശിക്കുകയാണ്. ഇത് മാത്രമല്ല, മഹല്ല് ഭാരവാഹികളുടെ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ തീരുമാനങ്ങൾ ടീഫ് വഖഫുകളിൽ നിലനിൽക്കുന്ന ബൈലോ പ്രകാരമാണ് എന്ന അവകാശവാദത്തോടെയാണ് കൈക്കൊള്ളുന്നത്. എന്ന് വെച്ചാൽ എന്താ? ഓരോ മഹലിലും അവരുടെ ഒരു ബൈലോ ഉണ്ട്. ഞങ്ങളെ ബൈലോ അനുസരിച്ച് ഇന്ന ആൾക്കാരെ മാത്രമേ ഇവിടെ മറവ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പുതിയ ബൈലോ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പല ആൾക്കാരും നടപ്പാക്കുന്നത്. മേൽപ്രകാരം വിഷയങ്ങളിൽ വഖഫ് ബോർഡിൽ ലഭ്യമാകുന്ന പരാതികളിന്മേൽ താമസമിന ഇരുകൂട്ടരെയും കേട്ട് വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്തും വ്യക്തവും കർശനവുമായ പരിഹാര ഉത്തരവുകൾ നൽകുന്നതിൽ ബോർഡ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. എന്നിരുന്നാലും അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട പരാതികൾ ആവർത്തിക്കപ്പെടുന്നതിനാൽ സമ്പൂർണവും സമഗ്രവുമായ പ്രശ്നപരിഹാരം ഉദ്ദേശിച്ചാണ് ഈ സർക്കുലർ പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള നടപടികൾ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തി പാർലമെന്റ് പാസാക്കിയ നിലവിലെ നിയമത്തിലും കേരള ഹൈക്കോടതിയുടെ വിവിധ വിധിന്യായങ്ങൾക്കും വഖഫ് ആക്ട് ചട്ടം എന്നിവയ്ക്കും വിരുദ്ധമായതിനാൽ ഓരോ മഹല്ല് ഭാരവാഹികളും തങ്ങളുടെ സ്ഥാപനത്തിൽ നിലവിലുള്ള ബൈലോകൾ പരിശോധിച്ച് അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നീക്കം ചെയ്യണം തന്നെ. ഞാൻ കൂടുതൽ വായിക്കുന്നില്ല, ഇത് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ വഖഫ് ബോർഡിന്റെ നിയമം അനുസരിച്ച് എന്ത് ചെയ്യണം? നിലവിലുള്ള നാടുകളിലെ ആ മഹല്ല് സംവിധാനങ്ങളിൽ എന്തെങ്കിലും നിയമങ്ങളൊക്കെ സ്വയം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി എല്ലാ മുസ്ലിമീങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ മഹല്ല് ഭാരവാഹികൾ തയ്യാറാകണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ കർശനമായ നടപടി വഖഫ് ബോർഡ് സ്വീകരിക്കും എന്നാണ് ഈ സർക്കുലർ പറഞ്ഞിട്ടുള്ളത്. അതെല്ലാവർക്കും ബാധകമായ കാര്യമാണ്. ഇത്തരം വിഷയങ്ങളിൽ ആളുകളെ ബേജാറാക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. മരിച്ചാൽ ഞങ്ങൾ മയ്യത്ത് മറമാടൂല, കുട്ടികളെ ഞങ്ങൾ കെട്ടിച്ചു തരൂല, നിങ്ങളുടെ വിവാഹം ഞങ്ങൾ മുടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഇത് ചെയ്യാറുള്ളത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ മുസ്ലിം പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ നിയമത്തിന്റെ കീഴിലുള്ളവരാണ്. ഈ രാജ്യം ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ്. അതിന്റേതായ കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഇത്തരം തിട്ടൂരങ്ങൾ പുറപ്പെടുവിക്കാൻ ആരും മെനക്കെടേണ്ടതില്ല. അത് മുജാഹിദ് ആയാലും ശരി, സുന്നി ആയാലും ശരി, സമസ്തക്കാരനായാലും ശരി, ആരായിരുന്നാലും ശരി, ഇവിടെ പൊതുസമൂഹത്തിന് ഒരുമിച്ച് പോകാൻ പറ്റിയ സംവിധാനമേ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അത് മുജാഹിദുകൾക്ക് മാത്രമുള്ള മഹല്ലുകളുണ്ട്. അവിടെയൊക്കെ ഈ പരിപാടികൾ നടക്കുന്നുണ്ട്. അവിടെ ആരും ഊരുവിലക്കുണ്ടാക്കുന്നില്ല. അത് ചെയ്യാനും പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇത് ചെയ്യാനുള്ള കാരണം എന്താ? ഈ ഊരുവിലക്കിന്റെ കാരണം എന്താ? എന്തിനാ ഞങ്ങൾ മറമാടൂല എന്ന് പറയുന്നത്? നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെടൂല, അതാണ് കാരണം. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളല്ലാത്തവരായ ആർക്കും
ഈ മഹലിൽ ഭാരവാഹിത്വമില്ല, അല്ലെങ്കിൽ ഈ മഹലിന്റെ സംവിധാനങ്ങൾ അവർക്ക് യാതൊരു പങ്കാളിത്തമില്ല, അവരെ ഒരു മറമാടൂല എന്നുള്ള തീരുമാനം എടുക്കുന്നതിന്റെ കാരണം ഈ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒരു തരം ഭയപ്പെടുത്തുന്ന കാര്യമാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത ഒരു മാസം ഒരു 2 ആഴ്ച മുമ്പ് നമ്മളൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയിൽ ഒരു പുതിയ മസ്ജിദ് സ്ഥാപിക്കപ്പെടുകയും ആ മസ്ജിദ് അന്ന് വൈകുന്നേരം ചില ആൾക്കാർ വന്ന് പൊളിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് ഇവിടെ. എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം ചോദിച്ചാൽ ദീനിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. അവർ മനസ്സിലാക്കി വെച്ച എന്താണ്, ഈ പുതിയ വിഭാഗക്കാരായ ആളുകൾ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എതിരെ പുറപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകമായ വിഭാഗമാണ്. ഇവർ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് ഇവരുടെ പള്ളി അനുവദിക്കാൻ പാടില്ല, അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല, അവരെ സമൂഹം അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള നിലപാടിലേക്ക് പോകാനുള്ള കാരണം നമ്മെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ്. നമ്മൾ അഹ്ലുസുന്നത്തിൽ നിന്നും പെടാത്തവരാകുന്നു എന്നുള്ള വിചാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം അതിക്രമങ്ങളും ഒക്കെ മനുഷ്യന്മാർ ചെയ്തു വെക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞവരായ ആളുകളോടൊന്നും ഒരു തരത്തിലുള്ള ശത്രുതയുമില്ല. നമ്മളെക്കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്നാണ് ഇത്തരം കടുംകൈകൾ പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കിവിടെ ഒന്നേ ചെയ്യാനുള്ളൂ. എന്താണത്? ദീനുൽ ഇസ്ലാമിന്റെ ശരിയായ ആശയങ്ങളെയും ആദർശങ്ങളെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ മാർഗത്തെയും പിൻപറ്റുകയും അത് നമ്മുടെ ജീവിതത്തിന്റെ മാർഗമായി കാണിച്ചു കൊടുക്കുകയും ചെയ്യുക. അതിനു പറ്റിയ മഹല്ല് സംവിധാനങ്ങൾ നമ്മൾ വികസിപ്പിച്ചു കൊണ്ടുവരിക. നാടുകളിൽ മുഴുവനും യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്താണ്, അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും പഠിപ്പിച്ചിട്ടുള്ള ആദർശം എന്താണ്, അവരുടെ വിശ്വാസം എന്താണ് എന്നുള്ളത് കറകളഞ്ഞ വിധത്തിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ കാലം മാറുന്നതിനനുസരിച്ച് സമൂഹം മാറും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ പോയിട്ടുള്ള ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ അബൂബക്കറിന്റെ ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് മുസ്ലിമീങ്ങളിൽ മൂന്നാമനായി വന്നിട്ടുള്ളത്. അത് നമ്മൾക്ക് മുമ്പിലുള്ള പാഠമാണ്. ആർക്കാണ് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കാൻ നമുക്ക് പറയാൻ പറ്റൂല. ഏത് കൊടിയ ശത്രുവിനാണ് നാളെ ഹിദായത്ത് കിട്ടുകയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് ആരോടും നമുക്കൊരു ശത്രുതയും ആവശ്യമില്ല. നമ്മൾ ദീനുൽ ഇസ്ലാമിനെ ശരിയായ നിലക്ക് പ്രതിനിധീകരിക്കുക, ശരിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഉൾക്കൊള്ളാൻ സൗകര്യമുള്ളവൻ ഉൾക്കൊള്ളട്ടെ. ഇത് ദുനിയാവിന് വേണ്ടിയിട്ടുള്ളതല്ല, നാളെ പാരത്രിക ജീവിതത്തിലേക്കുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആരോടും പ്രത്യേകിച്ച് വിരോധമോ വെറുപ്പോ ആവശ്യമില്ല. അങ്ങനെ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ 1950 ക്ഷണിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് ആരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുമ്പോ കേരളത്തിൽ നടന്നുപോയിട്ടുള്ള ചില ചരിത്ര സംഭവങ്ങളുണ്ട്, കൈപ്പേറിയ ചരിത്ര സംഭവങ്ങളുണ്ട്. ആ കൈപ്പേറിയ ചരിത്ര സംഭവങ്ങളിലൂടെയാണ് എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, അതിന്റെ ഒറിജിനൽ പതിപ്പ് എന്ന് ഞാൻ പറയാൻ പോകുന്നത്. കേരളത്തിൽ ഈ പറയുന്ന ശരിയായ തൗഹീദിന്റെ ദഅവത്ത് ഉണ്ടായി തുടങ്ങുന്നത് എന്താണെന്നറിയാം നിങ്ങൾക്ക്? 1921 മുതലാണ്. അങ്ങനെ ആ കാലഘട്ടത്തിലാണ് കേരള മുസ്ലിം ഐക്യസംഘം എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടായിത്തീരുന്നത്. ആ കാലഘട്ടത്തിലെ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും സമ്പന്നന്മാരുടെയും കുബേരന്മാരുമായ ആളുകൾ, നല്ലവരായ ആളുകൾ ഈ സമൂഹത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടായ്മയാണ് 1921 കേരള മുസ്ലിം ഐക്യസംഘം. അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നത്. വിദ്യാഭ്യാസമില്ല, ദീനെന്താണെന്നറിയില്ല, നിസ്കരിക്കാൻ അറിയില്ല, നോമ്പ് നോൽക്കേണ്ട എങ്ങനെ അറിയില്ല, ഇബാദത്ത് എടുക്കേണ്ട എങ്ങനെയാണെന്നറിയില്ല. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വിവരക്കേടിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരാകപ്പാടെ കുറെ പാട്ടും ബെയ്ത്തുകളും കുറെ മാലകളും മൗലീദുകളും മാത്രം പാരായണം ചെയ്ത് കഴിഞ്ഞുകൂടിയുന്ന ആ ആളുകൾക്ക് ഖുർആനിന്റെ ശരിയായ വെളിച്ചം എത്തിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തുകൾ ഇങ്ങനെയാകുന്നു എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒന്നാമതായി ഉണ്ടായ സംരംഭമാണ്. അത് വളർന്നു വന്നു. നാട്ടിൽ അത് ഉൾക്കൊള്ളുന്നവരായ ആളുകളുണ്ടായി. അങ്ങനെയാണ് 1924 കേരള ജമിയത്തുൽ ഉലമ എന്ന ഒരു ആധികാരിക മത സംഘടന കേരളത്തിൽ ഒന്നാമതായി പിറക്കുന്നത്. കേരള ജമിയത്തുൽ ഉലമ.
ആ കേരള ജമിയത്തുൽ ഉലമയെ അംഗീകരിക്കുന്നവരായ ആളുകൾ നാട് നീളെ അവർക്ക് കഴിയുന്ന വിധത്തിൽ ഇസ്ലാമിക ദഅവത്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. സ്വാഭാവികമായും അതിനൊരു മറുഭാഗം ഉണ്ടായി. ആ മറുഭാഗമാണ് 1926 ജന്മം കൊണ്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന. ഇന്നത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ബദലായി 1926 ഉണ്ടായ സംഘടനയാണ്. അങ്ങനെ രണ്ട് പണ്ഡിത സംഘടനയുടെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ തുടക്കം കുറിക്കപ്പെട്ടു. ഒരു ഭാഗത്ത് സമസ്ത, മറുഭാഗത്ത് കേരള ജമിയത്തുൽ ഉലമ. ആ സംഘം 1950 ഒരു പ്രത്യേക സംഘടന, കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ ഒരു ബഹുജന സംഘടന ഉണ്ടാക്കി. ആ ബഹുജന സംഘടനയുടെ തലപ്പത്ത് അന്നുണ്ടായിരുന്നത് KM മൗലവി റഹിമഹുള്ളയായിരുന്നു അതിന്റെ പ്രസിഡന്റ് ആയിരുന്നത്. അതിന് ജനറൽ സെക്രട്ടറി MV അബ്ദുസലാം മൗലവി ആയിരുന്നു. അവർക്ക് അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുമാണ്, മതസംഘടനാ നേതാക്കന്മാരുമായിരുന്ന രണ്ട് പ്രമുഖ വ്യക്തികളുടെ നേതൃത്വത്തിൽ 1950 കേരള നദുവത്തുൽ മുജാഹിദീൻ രൂപീകരിക്കപ്പെട്ടു. അതിനോടനുബന്ധിച്ച് നാടിന്റെ പല ഭാഗങ്ങളിലും ഈ ആദർശമുള്ളവരായ ആളുകൾ ഉണ്ടായി തുടങ്ങി. മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കിലെ മഞ്ചേരിക്കടുത്തുള്ള തൃപ്പനച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. തൃപ്പനച്ചി, ആ തൃപ്പനച്ചി പ്രദേശത്ത് ഇങ്ങനെ കുറെ ആളുകൾ ഈ ആദർശം സ്വീകരിച്ചവരായി ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുത്തന്നൂർ പള്ളി ഭാരവാഹികൾ അവർക്കെതിരെ ഈ പറഞ്ഞതുപോലെയുള്ള ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ പറഞ്ഞ ആളുകൾക്ക് പള്ളിയിൽ വരാൻ പാടില്ല, അവിടെ മറമാടാൻ പാടില്ല, അവിടെ വിദ്യാഭ്യാസം കൊടുക്കില്ല, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള തിട്ടൂരങ്ങൾ ഇറക്കിയപ്പോ അവിടെ ഉണ്ടായിരുന്ന യോദ്ധാക്കന്മാരായ ആളുകൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് കുഞ്ഞുമൊയ്തീൻ കുട്ടി എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ പിതാവായ മൊയ്തീൻ കുട്ടി മൊല്ല എന്ന് പറഞ്ഞ ആള് മരണപ്പെടുകയും 1954 മെയ് 24 അദ്ദേഹം മരണപ്പെട്ടപ്പോ മഹല്ല് ഭാരവാഹികൾ പറഞ്ഞു, നിങ്ങളുടെ മയ്യത്ത് ഞങ്ങളുടെ പള്ളിപ്പറമ്പിൽ അടക്കം ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ പള്ളിപ്പറമ്പ് വിലക്കപ്പെട്ടതോടുകൂടി ഈ പറഞ്ഞ മുജാഹിദുകളായ ആളുകൾ സംഘടിക്കുകയും മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് എടുക്കുകയും ചെയ്തു. ഖബർസ്ഥാനിൽ കൊണ്ടുപോയപ്പോ മറുഭാഗത്ത് ഭയങ്കരമായ വിപ്ലവം ഉണ്ടാകുകയും മയ്യത്ത് മറമാടാൻ കഴിയാതെ അവിടെ ബുദ്ധിമുട്ടിലാകുകയും ചെയ്തു. അവർക്ക് മയ്യത്ത് അവിടെ വെക്കേണ്ടി വന്നു. മയ്യത്ത് ഖബർസ്ഥാനിൽ വെച്ച് അവർക്ക് ഓടിപ്പോകേണ്ടി വന്നു. അങ്ങനെ ഈ മയ്യത്ത് കൊണ്ടുപോയി മരണപ്പെട്ട വ്യക്തിയുടെ മുറ്റത്ത് കൊണ്ടുപോയി വെച്ചു. മഹല്ല് കമ്മിറ്റിക്കാര് മയ്യത്ത് കൊണ്ടുപോയിട്ട് ഈ മുറ്റത്ത് കൊണ്ടുപോയി വെച്ചു. 6 ദിവസം ആ മയ്യത്ത് മുറ്റത്ത് കിടന്നു. 6 ദിവസം ഒരു മനുഷ്യന്റെ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ മയ്യത്ത് മുറ്റത്ത് കിടന്നു. പക്ഷെ അവർ വഴങ്ങിയില്ല. ആ യോദ്ധാക്കന്മാരായ ആളുകൾ വഴങ്ങിയില്ല, വേറെ ഇങ്ങോട്ടും കൊണ്ടുപോയില്ല. അങ്ങനെയാണ് പോലീസിന്റെ 144 പ്രഖ്യാപിക്കപ്പെട്ടത്. പോലീസ് 144 144 പ്രഖ്യാപിച്ചു. വലിയ പോലീസ് സൈന്യം വന്നു. ആ സാധു മനുഷ്യന്റെ മയ്യത്ത് അവിടെ കൊണ്ടുപോയി മറമാടി. അതൊരു വലിയ വിപ്ലവമാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള 1950 ഓർക്കണം. ഒരു വലിയ വിപ്ലവം. അതൊരു വിപ്ലവമായി മാറിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവർക്കെതിരെ പള്ളിപ്പറമ്പ് വിലക്കിയവരായ ആളുകൾക്കെതിരെ മറ്റുള്ളവർ കേസ് കൊടുത്തു. സ്വാഭാവികമായി കേസ് വളർന്നു. ആ കേസിനെ മറികടക്കണമെങ്കിൽ എന്ത് വേണം? പള്ളി ഭാരവാഹികളെല്ലാം കൂടി തീരുമാനിച്ചു, ഇവർക്കെതിരെ ഒരു ഇൻജക്ഷൻ ഓർഡർ കൊണ്ടുവരണം. അങ്ങനെ അവർ മുനിസിപ്പൽ കോർട്ടിനെ സമീപിച്ചു. മഞ്ചേരി മുനിസിപ്പൽ കോർട്ടിനെ സമീപിച്ച് ഒരു ശാശ്വതമായ ഇൻജക്ഷൻ ഓർഡർ വാങ്ങാൻ വേണ്ടിയിട്ട് പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വർഷങ്ങൾ നീണ്ടിട്ടുള്ളൊരു കേസ് അവിടെ നടക്കുകയാണ്. ആ കേസിന്റെ സവിശേഷത എന്താണെന്നറിയങ്ങള്? കേരളത്തിലെ മുജാഹിദുകളായ ആളുകൾ, സലഫികളായ ആളുകളാകട്ടെ അല്ലാത്തവരായ ആളുകളാകട്ടെ, 2 വിഭാഗം ആളുകൾ
അവരുടെ ആദർശം എന്താണ് എന്ന് വിശദീകരിക്കുന്ന വിഷയത്തിൽ കോടതി ഇടപെട്ടു. തവസ്സുൽ ഇസ്തിഗാസ അവിടെ ചർച്ചയായി വന്നു കോടതിയിൽ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ജുമാ ഖുത്ബ ഏത് ഭാഷയിൽ വേണം കോടതിയിൽ ചർച്ചയായി. നേർച്ചപൂരങ്ങൾ കോടതിയിൽ ചർച്ചയായി. ഇന്ന് നമ്മൾക്കിടയിൽ മുജാഹിദുകളും സമസ്തക്കാരും എന്ന പേരിൽ വേർതിരിഞ്ഞു നിൽക്കുന്ന രണ്ട് ആശയധാരകൾ, രണ്ട് ആശയവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കോടതിയിൽ ചർച്ചയ്ക്ക് വിധേയമാവുകയും അവസാനം കോടതിയുടെ തീരുമാനം എന്താണെന്നറിയുന്നത്? ഒരു വിഭാഗം പറയുന്നത് എന്താ? ഈ പ്രതികളായ ആളുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെട്ടവരല്ല, അതുകൊണ്ട് അവരെ ഞങ്ങൾ പള്ളിയിൽ മറമാടുകയില്ല, അവർക്ക് ഞങ്ങളുമായി ബന്ധമുണ്ടാകാൻ പാടില്ല എന്നാണ് അവർ വാദിച്ച്. മറുകക്ഷി വാദിച്ചതോ ഇവരെ കുറിച്ച് അവർ പറഞ്ഞെന്താ? ഇവർ വഹാബിയ കാദിയാനിയ കക്ഷി ആണെന്നാണ്. വഹാബിയ കാദിയാനിയ കക്ഷിയിൽപ്പെട്ടവരാണ് ഇവർ. ഇവർ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളല്ല, കാഫിരീങ്ങളാണ്, അതുകൊണ്ട് ഇവരെ ഞങ്ങൾ അടുപ്പിക്കാൻ പാടില്ല. മറുകക്ഷി പറഞ്ഞു ഈ വഹാബിയ കാദിയാനിയ കക്ഷി എന്ന് പറഞ്ഞ കക്ഷി ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കേരളത്തിലെ ശാഫഈ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സുന്നികളാകുന്നു എന്ന് മറുഭാഗം ഭക്ഷിക്കും. അപ്പോ ആരാണ് യഥാർത്ഥ സുന്നി, ആരാണ് യഥാർത്ഥമല്ലാത്ത സുന്നി എന്ന് കോടതിക്ക് തീരുമാനിക്കേണ്ടി വന്നു. ആ തീരുമാനമാണ്, കോടതി എടുത്ത തീരുമാനമാണ്. ഒരു കക്ഷിയെക്കുറിച്ചും ഈ ആരോപിച്ചവരായ ആളുകൾ ഇസ്ലാമിന് വിരുദ്ധരാണെന്നോ അഹ്ലുസുന്നത്തിന്റെ പുറത്തുപോയവരാണ് എന്നോ തെളിയിക്കുവാൻ വാദികളായ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അന്തിമമായ വിധി മഞ്ചേരി മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചരിത്ര സംഭവമായിരുന്നു അത്. മുജാഹിദികളെ കുറിച്ച് മാത്രമല്ല, ഇവിടത്തെ മതസംഘടനകളിൽപ്പെട്ട എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒരു കോടതി വിധിയും കോടതി വ്യവഹാരവുമായിരുന്നു അത് എന്നതുകൊണ്ട് അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഒരു വിഭാഗം മറു വിഭാഗത്തെ കുറിച്ച് എന്താ പറയുന്നത്? ഇവര് അഹ്ലുസുന്നത്തിൽ പെടാത്തവരാണ്. മറുഭാഗം പറയുന്നതോ ഞങ്ങളാണ് യഥാർത്ഥത്തിലുള്ള അഹ്ലുസുന്നത്ത്. അപ്പൊ രണ്ട് വിഭാഗം ആളുകളും മറുകക്ഷിയോട് ചോദിക്കാനുള്ള ചില ചോദ്യാവലി ഉണ്ടാക്കി കോടതിക്ക് സമർപ്പിച്ചു. വാദികളായ ആളുകൾ പ്രതികളായ ആളുകൾക്കെതിരെ 17 ചോദ്യങ്ങൾ ഉണ്ടാക്കി. മറുഭാഗം 13 ചോദ്യങ്ങൾ തിരിച്ചും ചോദിച്ചു. അതൊക്കെ കേസ് ഡയറിയിൽ കൃത്യമായി നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുമെങ്കിൽ മുത്തന്നൂർ പള്ളിക്കേസിന്റെ കേസ് ഡയറി എഴുതപ്പെട്ടവരായ ആളുകളുടെ വാങ്ങി വായിക്കണത്. അതൊരു ചരിത്ര രേഖയാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര രേഖയാണ്. അതുകൊണ്ട് തന്നെ വായിക്കപ്പെടേണ്ട സംഗതിയാണ്. അത് വായിക്കാത്തത് കൊണ്ടാണ് നാടായ നാടുകളിൽ മുഴുവനും ഇത്തരം ഊരുവിലക്കിന്റെ ആശയങ്ങളുമായി പലരും ഊരുതെണ്ടുന്നത് എന്നത് മനസ്സിലാക്കണം. ഇനി ഞാൻ അതിലേക്ക് വായിക്കാം. അന്യായക്കാരായ ആളുകൾ 17 ചോദ്യങ്ങൾ കോടതി മുഖേന മറുകക്ഷിയോട് ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയുന്നത്? പ്രതികൾ സുന്നികളല്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ളതാണ് ചോദ്യം. പ്രതികളായ ആളുകൾ സുന്നികളല്ല, അവർ ബിദ്അത്തിന്റെ ആശയക്കാരാണ്, അല്ലെങ്കിൽ ഇസ്ലാമിന് പുറത്തുള്ളവരാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ ഏതാനും ചോദ്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കാം. ഒന്നാമത്തത് അവർ ചോദിക്കുന്നത്, മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരണപ്പെട്ട മഹാത്മാക്കളെ വിളിച്ച് സഹായം അപേക്ഷിക്കുന്നതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ നമ്മളോട് ചോദിച്ചാൽ എന്താ നമ്മൾ പറയാ? അതിന് അവരും പറഞ്ഞു. എന്താ പറഞ്ഞത്? മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരണപ്പെട്ട മഹാത്മാക്കളെ വിളിച്ച് സഹായം അപേക്ഷിക്കുന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ദീനിൽ നിയമമില്ല എന്നാണ് അവർ മറുപടി കൊടുത്തത്. ഞാൻ ഓരോന്ന് വായിച്ചിട്ട് അതിലുള്ള വങ്കത്തരങ്ങൾ എന്താന്ന് വിശദീകരിച്ചു തരാം. ഒന്നാമത്തെ എന്താണ് ഇവിടെ പറയുന്നത്? മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്ന സഹായം അപേക്ഷിക്കുന്നതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവനായിരിക്കും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഒരാളും തന്നെ
അല്ലാഹു അല്ലാത്ത അള്ളാഹുവിന്റെ ഒരു മഖലൂക്കിനോടും പ്രാർത്ഥിക്കുന്നവനല്ല. എന്താ പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുകും, നിങ്ങളുടെ റബ്ബ് ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്തുകൊള്ളുക, എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ അടിമകളെ എന്നോട് ദുആ ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന, ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ ആരാണോ കിബ്ർ നടിക്കുന്നത് എങ്കിൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യനായ നരകത്തിൽ പ്രവേശിക്കും. അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്ത ഒരുത്തൻ ധിക്കാരിയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്ത ഒരുത്തൻ ധിക്കാരിയാണ്. അത്തരം ധിക്കാരികളായ ആളുകൾ നരകാവകാശികളാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറ്റൂ. മൊയ്തീൻ ശൈഖിനോടോ റിഫായിൻ ശൈഖിനോടോ അമ്പിയാക്കന്മാരോടോ ഔലിയാക്കന്മാരോടോ പ്രാർത്ഥിക്കുവാൻ പാടില്ല. അള്ളാഹുവിനോടേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാനി. ഇദാ സഅലക ഇബാദി, എന്റെ അടിമ നിന്നോട് ചോദിച്ചാൽ, അന്നി, എന്നെ കുറിച്ച് ചോദിച്ചാൽ, ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തവനാണെന്ന് പറഞ്ഞേക്കുക. ഉജീബു ദഅവതദ് ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരും. ഇദാ ദഅാനി, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ. ഇത് അള്ളാന്റെ വാഗ്ദാനാണ്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറയുന്നു. വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക. അള്ളാഹുവിന് പുറമെ നിനക്ക് യഥാർത്ഥത്തിൽ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റാത്തവരോട് നീ പ്രാർത്ഥിക്കരുത്. ഫഇൻ ഫഅൽത, അങ്ങനെ നീ ചെയ്താൽ ഫഇന്നക ഇദം മിനൽ ളാലിമീൻ, നീ മഹാ അക്രമിയായി തീരുന്നു. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുന്നവൻ മഹാ അക്രമിയാകുന്നു. കാരണം എന്താ? അക്രമി എന്ന് പറയാൻ കാരണം എന്താ? വാളിഉൽ ഇബാദ ഫീ ഗൈരി മൗദിഇഹാ. ഇബാദത്ത് എന്ന് പറയുന്ന സംഗതി വെക്കേണ്ടടുത്ത് വെക്കണം. അതാർക്കുള്ളതാണ്? അള്ളാഹ്ക്കുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ യോഗ്യനായി വേറെ ആരുമില്ല എന്നാണ്. ആരാധന അള്ളാഹുവിന് മാത്രം അറിയപ്പെട്ടതാണ്. ആ ആരാധന അള്ളാഹു അല്ലാത്തവർക്ക് കൊണ്ടുപോയി വെച്ചാൽ അവൻ ലാലിമായി, അവൻ അക്രമിയായി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വമൻ അളല്ല മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ. വമൻ അളല്ല മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെയുള്ളവരോട് പ്രാർത്ഥിക്കുന്നവനേക്കാളും വഴികെട്ടവൻ ആരുണ്ട്? മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ പറ്റാത്ത, അള്ളാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിച്ചാൽ ഖിയാമത്ത് നാൾ വരെ അവൻ ഉത്തരം ചെയ്യാൻ കഴിയില്ല. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, പ്രാർത്ഥിക്കപ്പെടുന്നവരാകട്ടെ ഇവര് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് അശ്രദ്ധന്മാരാകുന്നു, അറിയാത്തവരാകുന്നു. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യാത്ത, അവർ കേൾക്കുകയും അറിയുകയും ചെയ്യാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നവൻ വഴികെട്ടവനാകുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ഇങ്ങനെ ഖുർആനിലൂടെ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ട ഒരാശയം നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ അവൻ എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക? അതുകൊണ്ട് തന്നെ മുത്തന്നൂർ പള്ളി കേസിൽ ഈ ചോദ്യം ചോദിച്ചവരായ ആളുകൾക്ക് ആ മറുപടി പറയാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. എന്താണ് അവരുടെ മറുപടി? മൊയ്തീൻ ശൈഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള സഹായാർത്ഥനയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അവരുടെ ഉത്തരം വളരെ കൃത്യമാണ്. ഞാൻ ഓടിച്ചു പോവാണ്, എല്ലാം കൂടി വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? അതിൽ ആറാമത്തെ ചോദ്യമായി എതിർകക്ഷി ചോദിക്കുകയാണ്, മുസ്ലിമീങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മുസ്ലിം വിശ്വാസത്തിന്റെ ആധാരമായ കലിമ ചൊല്ലി വരാറുണ്ട്, അപ്രകാരം നിങ്ങൾ ചൊല്ലാറുണ്ടോ? ഇവർ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ചോദ്യ. എന്താ ചോദ്യം? മുസ്ലിമീങ്ങൾ സാധാരണ മരണപ്പെട്ടു കഴിഞ്ഞാൽ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത്
എന്ത് പറയാറുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കലിമ ചൊല്ലി പോകാറുണ്ട്. അത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നൊരു ആചാരമാണ്. ഇവിടെ സമസ്തക്കാരായ ആളുകൾ ഏത് മഹലിൽപ്പെട്ടവനാണെങ്കിലും ഇത്തരം ആചാരങ്ങൾ കൊണ്ട് നടക്കുന്നവനാണ്. അവൻ വിശ്വസിക്കുന്നത് എന്താണ്? ഇത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്, സഹാബത്തിന്റെ കാലം മുതൽ ഉള്ളതാണ്, ഇത് ഈ നാട്ടിലെ മുസ്ലിമീങ്ങളുടെ സമ്പ്രദായമാണ് എന്ന വിചാരമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമ്പ്രദായത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്രകാരം നിങ്ങൾ ചെയ്യാറുണ്ടോ? അതായത് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാറുണ്ടോ? അതിന് മുജാഹിദുകളുടെ മറുപടി എന്താണെന്നറിയോ? മുസ്ലിമീങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മുസ്ലിം വിശ്വാസത്തിന്റെ ആധാരമായ കലിമ ചൊല്ലണമെന്നില്ല. മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് കലിമ ചൊല്ലേണ്ടതില്ല. അങ്ങനെ ഇല്ല എന്ന് പറയാൻ കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിൽ അങ്ങനെ നിയമമില്ല. നിയമമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല എന്നാണ് അവർ മറുപടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കലിമ ചൊല്ലേണ്ടത് എവിടെയാ? ഇസ്ലാമിൽ മരണപ്പെടുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൽപ്പനകളുണ്ട്. അവിടെ പറയുന്നുണ്ട് ലഖീനു മൗതാക്കും ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണമാസന്നമായ വ്യക്തിക്ക് നിങ്ങൾ അവസാനത്തെ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. ആസന്ന മരണനായ വ്യക്തിക്ക് കലിമ ചൊല്ലിക്കൊടുക്കണം. അത് ഖുർആൻ ഹദീസിന്റെ കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതേപോലെ പറയുന്നു മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെ അവസാനത്തെ കലിമത്താണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനിക്കുന്നത് എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗാവകാശിയായി തീർന്ന. അപ്പൊ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാണെന്ത്? ഒരാള് അവസാന നിമിഷത്തിൽ പോലും അവന്റെ വായിൽ നിന്ന് ഉതിരേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാണ്. അവിടെ നിന്നു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകുന്ന സമയത്ത് കലിമ ചൊല്ലിക്കൊടുക്കുക എന്നൊരു ഏർപ്പാട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഒരു ഹദീസിലും അത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് ചെയ്യാറില്ല എന്നാണ് അവരന്ന് മറുപടി പറഞ്ഞത്. ഇത് മുജാഹിദീങ്ങളുടെ മാത്രമല്ല, സലഫികളുടെ മാത്രം നിലപാടല്ല. ഇത് ശാഫിഈ മദ്ഹബിലെ വിഖ്യാതന്മാരായ ഉലമാക്കന്മാരും പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഇമാം നവവിയുടെ അൽ അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഇമാം നവവി എന്ന് പറഞ്ഞ ആരാണ്? ശാഫിഈ മദ്ഹബിലെ മുഹറർ എന്നറിയപ്പെടുന്ന വിഖ്യാതനായ ഒരു ആലിമാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അൽ അദ്കാർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, വഅലം, നീ മനസ്സിലാക്കണം, അന്ന സവാബൽ മുഖ്താറ വമാ കാന അലൈഹി സലഫു. ഇവിടെ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, അഥവാ സലഫ് പൂർവീകന്മാരായ ആളുകളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടു വന്ന സംഗതി എന്ത് എന്ന് വെച്ചാൽ അസ്സുകൂത്തു, മുണ്ടാതിരിക്കലാണ്. ഫീ ഹാലി സൈരി മഅൽ ജനാസ, ജനാസ കൊണ്ടുപോകുന്ന നേരത്ത് മിണ്ടാതെ നിശബ്ദമായി പോവുക എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള വഴി. ഫലാ യുർഫഉ സൗതും ബിഖിറാഅത്തിൻ, ഖുർആൻ ഓതിക്കൊണ്ട് ശബ്ദമുയർത്തരുത്. വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക്, ഏതെങ്കിലും ദിക്ർ പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നൊക്കെ ഏതെങ്കിലും ദിക്ർ പറഞ്ഞുകൊണ്ടോ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടോ ശബ്ദമുയർത്താൻ പാടില്ല. വൽ ഹിക്മതു ഫീ ദാലിക ലാഹിറ, അങ്ങനെ സുക്കൂത്തായി പോകണം, മുണ്ടാതെ പോകണമെന്ന് പറയുന്നതിന്റെ ഹിക്മത്ത്, തത്വം വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്, പ്രകടമായിട്ടുള്ള കാര്യമാണ്. അതെന്താണ്? വഹിയ അന്നഹു അസ്കനു ലിഖാതിരിഹി വഅജ്മഉ ലിഫിക്രിഹി ഫീമാ യതഅല്ലഖു ബിൽ ജനാസ. ജനാസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കും, ചിന്തിക്കുവാനും മനസ്സിന് ശാന്തമായിരിക്കുവാനും നല്ലത് ആ സമയത്ത് മരണവുമായോ മരണാനന്തര ജീവിതവുമായോ ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് പോകലാണ്. അവിടെ പ്രത്യേകമായ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്ന സമ്പ്രദായം ശരിയല്ല. വഹുവൽ മത്ലൂബു ഫീ ഹാദൽ ഹാൽ, ഈ അവസരത്തിൽ അങ്ങനെ പോകലാകുന്നു. ഇവിടെ മത്ലൂബായിട്ടുള്ള കാര്യം ദീൻ കൽപ്പിച്ചത് അതാണ്. വഅജ്മഉ ലിഫിഖ്രി ഫീ ഹാദൽ ഹാൽ ഫഹാദാ ഹുവൽ ഹഖ്, അങ്ങനെ ചെയ്യലാണ് ശരി, അതാണ് സത്യം. വലാ തഗ്തറ ബികസ്റതി മൻ യുഖാലിഫു, എന്നാൽ മുസ്ലിം സമുദായത്തിൽ വളരെയധികം ആളുകൾ ഈ പറഞ്ഞ നടപടിക്ക് എതിര് ചെയ്യുന്നുണ്ട്. ഏത് നടപടിക്ക്? വളരെ മൗനമായി
മയ്യത്തിന് കൂടെ പോവുക, ജനാസയുടെ കൂടെ പോവുക എന്ന സത്യവും ശരിയുമായ മാർഗത്തിൽ വ്യത്യസ്തമായ ചില രീതി പല ആൾക്കാരും ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് വലാ തഗ്തറ ബികസ്റതി മൻ യുഖാലിഫു, അതിനോട് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ കുറെ അധികമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നീ അതിൽ വഞ്ചനയിൽപ്പെട്ടു പോകണ്ട. വഖദ് ഖാല അബൂ അലി അൽ ഫുളൈൽ ബിൻ ഇയാദ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മാ മഅനാഹു, അദ്ദേഹം പറഞ്ഞതിന്റെ ആശയ ചുരുക്കം ഇതാണ്, ഇൽസം തുർഖൽ ഹുദാ, നീ ഹിദായത്തിന്റെ മാർഗത്തിലേക്കാണ് അവലംബിക്കേണ്ടത്. വലാ യളുറുക ഖില്ലത്തു സാലികീൻ, ആ ഹുദയുടെ മാർഗത്തിൽ പ്രവേശിച്ചവർ വളരെ കുറച്ചാൾക്കാരേ ഉള്ളൂ എന്നതുകൊണ്ട് നിന്നെ ഒന്നും ബുദ്ധിമുട്ടാക്കേണ്ട കാര്യമില്ല. അതൊരു ബുദ്ധിമുട്ട് നീ വിചാരിക്കാൻ പാടില്ല. എന്നെ കൊടുത്ത് കുറച്ചാൾക്കാരേ ഉള്ളൂ വിചാരിക്കണ്ട. വയ്യാക്ക വതുർഖല്ലലാല, വഴികേടിന്റെ മാർഗത്തെ നീ പേടിക്കണം, നീ സൂക്ഷിക്കണം. വലാ തഗ്തറ ബികസ്റത്തിൽ ഹാലികീൻ, അങ്ങനെ ലലാലത്തിന്റെ വഴി സ്വീകരിച്ച് നശിച്ചു പോകുന്നവരായ ആളുകൾ കുറെ അധികമുണ്ടല്ലോ എന്ന കാര്യം നിന്നെ ബേജാറാക്കണ്ട. വഖദ് റുവീന ഫീ സുനനിൽ ബൈഹഖി, ഇങ്ങനെ പറയാൻ ഇമാം നബവിക്ക് ഒരു തെളിവുണ്ട്. എന്താ തെളിവെന്നറിയോ? വഖദ് റുവീന ഫീ സുനനിൽ ബൈഹഖി മാ യഖ്തലി മാ ഖുൽതു, ഞാൻ ഈ പറഞ്ഞ ആശയത്തെ ശരിവെക്കുന്ന തരത്തിൽ ഇമാം ബൈഹഖിയുടെ സുനനിൽ ഒരു ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആ ഹദീസ് എന്താണെന്നറിയുങ്ങൾ? കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹൂന റഫഅ സൗതി ഇൻദൽ ജനായിസ്, സഹാബത്തുൽ കിറാം ജനാസയുടെ കൂടെ പോകുന്ന സമയത്ത് ശബ്ദമുയർത്തുന്നതിന് വെറുത്തിരുന്നു. സഹാബത്തിന്റെ നടപടി എന്താ? മെല്ലെ പോകലാണ്, നിശബ്ദമായി പോകലാണ്. അങ്ങനെ ശബ്ദമുണ്ടാക്കുന്നതിന് അവർ എതിർത്തിരുന്നു എന്നത് തെളിപിടിച്ചുകൊണ്ടാണ് ഇമാം നബവി എന്ന് പറയുന്നത്, ജനാസ കൊണ്ടുപോകുമ്പോൾ നിശബ്ദമായി പരലോകത്തെ ആലോചിച്ചുകൊണ്ട് മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ആലോചിച്ചുകൊണ്ട് പോകണം എന്ന് പറയാൻ കാരണം, അമ്മാ മാ യഫലു അൽ ജഹലതു മിനൽ ഖിറാഅത്തി അലൽ ജനാസ ബിദിമശ്ക് വഗൈരിഹാ, ദമസ്കസിലും മറ്റും പല ആളുകളും ജനാസയുടെ കൂടെ പോകുമ്പോ ഖിറാഅത്ത് പാരായണം ചെയ്തുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു സമ്പ്രദായം കണ്ടുവരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഇങ്ങനെ ഖിറാഅത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ചെല്ലുന്നത് കാണാറില്ല. പല നാട്ടിലും പലതരത്തിലുള്ള ആചാരങ്ങളാണല്ലോ. അങ്ങനെ മിനൽ ഖുറാഇ ബി തംതീതി, പലതരത്തിൽ ചരിച്ചും വളച്ചുമൊക്കെ ഖുർആൻ ഓതി കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതൊന്നും ശരിയായ കാര്യമല്ല. അങ്ങനെ വികലമായ തരത്തിൽ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ ഫഹറാമുൻ ബിഇജ്മാഇൽ ഉലമാ, പണ്ഡിതന്മാരുടെ ഇജ്മാ അനുസരിച്ച് അങ്ങനെ ചെയ്യൽ ഹറാമായ കാര്യമാകുന്നു എന്ന് ഇമാം നവവി അദ്ദേഹത്തിന്റെ അദ്കാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഇമാം നവവിയെ അംഗീകരിക്കുന്നവരായ ആളുകൾ യഥാർത്ഥത്തിൽ അഥവാ ശാഫഈ മദ്ഹബിലെ മുഹർരിർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഇമാം നവവി റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് അപ്പുറത്ത് ശാഫി മദ്ഹബിൽ അഭിപ്രായം ഉണ്ടാവില്ല, അത്ര പ്രബലനാണ്. ഈ ശാഫി മദ്ഹബുകാരായ ആളുകൾ ഞങ്ങളാകുന്നു അഹ്ലുസ് സുന്നത്ത് എന്ന് പറയുകയും, എന്നാൽ ഇമാം നവവി വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യത്തിന് തൊട്ട് വിപരീതമായ കാര്യങ്ങളാണ് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നു എന്ത്? ഞങ്ങളാകുന്നു അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന്. അപ്പോ നമ്മൾ നേരത്തെ ചോദിച്ചുള്ള ചോദ്യത്തിലേക്ക് വീണ്ടും പോവുകയാണ്. എന്താണ് ചോദ്യത്തിന്റെ മറുപടി? എന്താണ്? മുസ്ലിമീങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മുസ്ലിം വിശ്വാസത്തിൽ ആധാരമായ കലിമ ചൊല്ലണമെന്ന നിയമമില്ല, അതുകൊണ്ട് ഞങ്ങൾ ചൊല്ലാറില്ല. വീണ്ടും ചോദ്യം, അടുത്ത ചോദ്യം, മുസ്ലിമീങ്ങൾ ഖത്തം ദ്വായിരക്കൽ കഴിച്ചു വരാറുണ്ട്, അത് നിങ്ങളും ചെയ്യാറുണ്ടോ? സാധാരണയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വീടുകളിലും മരണപ്പെട്ട വ്യക്തിയെ മറമാടിയിട്ടുള്ള ഖബറിന്റെ അടുക്കലും ഖത്തം ദ്വാ നടക്കുക, ഖുർആൻ ഖത്മ് ചെയ്യുക, എന്നിട്ട് ദ്വാ ചെയ്യുക എന്നൊക്കെയുള്ള സമ്പ്രദായങ്ങളുണ്ട്. പല നാടുകളിലും കത്തപ്പറ കെട്ടിയിട്ട് ഓതുക എന്ന് പറയുന്നത് ഒരു പതിവ് സമ്പ്രദായമാണ്. പഴയ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ അത് സാധാരണ സമ്പ്രദായമായിരുന്നു എന്ന് കേട്ടുവരാറുണ്ട്. ഇതൊക്കെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടിന്റെ ഭാഗമാണ് എന്ന നിലയിലാണ് ഈ ആളുകൾ ചെയ്തു വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ചോദ്യം. അതിന് അവർ കൊടുത്തുള്ള ഉത്തരം എന്താണെന്നറിയോ? കോടതിയിൽ കൊടുത്തുള്ള ഉത്തരം, മുസ്ലിമീങ്ങൾ ഖത്തം ദ്വായിരക്കൽ കഴിക്കണമെന്നില്ല, ഞങ്ങളത് കഴിക്കാറില്ല. വളരെ കൃത്യമായ മറുപടിയാണ്. മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി പ്രത്യേകമായി ഖുർആൻ ഓതലോ ഖബറിന്റെ അടുക്കൽ പോയി ഓതലോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഒരു സുന്നത്തായി പഠിപ്പിക്കാത്ത കാര്യമായതുകൊണ്ട് ഞങ്ങളത് ചെയ്യാറില്ല. ഇനി ചെയ്യണമെന്നാണ് വാദിക്കുന്നതെങ്കിൽ എന്തു ചെയ്യണം? തെളിവ് കൊണ്ടുവരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരക്കണക്കിന് സഹാബത്തിന്റെ മയ്യത്ത് പരിപാലിക്കുകയും മറമാടുകയും ചെയ്തിട്ടുണ്ട്. മയ്യത്ത് മറമാടുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലുണ്ട്. എന്നാൽ എവിടെയെങ്കിലും മരിച്ചവർക്ക് വേണ്ടിയോ ഖബറും പുറത്തു പോയിട്ടോ ഖുർആൻ ഓതുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലുണ്ടോ, സഹാബത്തിന്റെ ചര്യയിലുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാനേ സാധ്യമല്ല. ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, അൽ ഖിറാഅത്തു ഇൻദൽ ഖുബൂരി ബിദ്അ. ഖബറിന്റെ അടുക്കൽ പോയി ഖുർആൻ ഓതുക എന്നുള്ളത് ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലോ സഹാബത്തോ താബീങ്ങളോ ചെയ്തതായി രേഖയില്ലാത്തതാണ്. അതുകൊണ്ട് ലാ യജൂസു ഫിഅലുഹാ, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. വല സ്വലാത്തു ഇൻദഹാ, ഖബറിന്റെ അടുക്കൽ പോയി നിസ്കരിക്കുവാനും പാടില്ല. ലിഅന്ന റസൂല ലം യഫ്അൽഹു, ഖബറിന്റെ അടുക്കൽ പോയി നിസ്കരിക്കുന്ന സമ്പ്രദായം നബി പഠിപ്പിച്ചിട്ടില്ല. ഏത് നിസ്കാരം? ഒരാള് മരിച്ചു, അയാളെ മയ്യത്ത് നിസ്കരിക്കാൻ നമുക്ക് പറ്റിയില്ല, പള്ളിയിൽ നിന്ന് പറ്റിയില്ല. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഖബറിന് മുൻപിൽ വെച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കാം. അത് ഹദീസിൽ തരപ്പെട്ടതാണ്. അല്ലാതെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് ഇന്നാലിന്റെ മഹാന്റെ ഖബറിടമാണല്ലോ, അവിടെ ഒരു സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ പുണ്യമുണ്ട്, അവിടെ പോയി പ്രത്യേകം നിസ്കരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് വിചാരിച്ച് നിസ്കരിക്കാൻ പറ്റിയ സ്ഥലമല്ല ഖബറിടം എന്ന് പറഞ്ഞാൽ. വലാ ഖുലഫാഉഹു അർ-റാഷിദൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, ഖുലഫാഉർ റാഷിദീങ്ങളും അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂല. ഞാൻ നേരത്തെ ഒരു ഹദീസ് ഉദ്ധരിച്ചല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എനിക്ക് ശേഷം വന്നിട്ടുള്ള എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. അത് നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. എന്നാൽ ഖബറിന്റെ അടുക്കൽ പോയി ഖുർആൻ ഓതുക, മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതുക എന്ന് പറയുന്ന സമ്പ്രദായം റസൂലുള്ളാഹിന്റെ ചര്യയിലില്ല, സഹാബത്തിന്റെ ചര്യയിലും അത് നമുക്ക് കാണാൻ പറ്റുകയില്ല. മാത്രമല്ല അതാകട്ടെ വിശുദ്ധ ഹദീസ് വചനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്അലൂ മിൻ സലാത്തിക്കും ഫീ ബുയൂത്തിക്കും, നിങ്ങളുടെ നിസ്കരിക്കുന്ന സമയത്ത് ഏതാനും നിസ്കാരങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത്. വലാ തത്തഖിദൂഹാ ഖുബൂറാ, നിങ്ങൾ വീടുകളെ ഒരിക്കലും കബറിടമാക്കരുതേ. ഇങ്ങനെ വീടിനെ കബറിടാക്കുക, വീടിനെ നിങ്ങൾ കബറിടമാക്കരുതേ എന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ നിസ്കാരത്തിൽ നിന്നും കുറച്ച് നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം, വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. അത് റസൂലുള്ളാഹിന്റെ ചര്യ. എന്നാൽ ഫർളായ ജമാഅത്തുകളൊക്കെ എവിടെയാണ്? അത് പള്ളിയിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത്. അപ്പൊ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക എന്നത് എന്താണ്? വീടിന്റെ പരിശുദ്ധിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യമാണ്. വീട്ടിൽ നിസ്കാരം നടക്കണം, അവിടെ ഖുർആൻ പാരായണം ഉണ്ടാകണം. വീട്, പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടതും നിസ്കരിക്കുകയൊക്കെ ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ട ഇടമല്ല ഖബറിടം എന്നാണ് അതിനർത്ഥം. വലാ തത്തഖിദൂഹാ ഖുബൂറാ, നിങ്ങൾ വീടുകളെ ഖബറിടമാക്കരുത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെയ്യേണ്ട കാര്യം ഖബറിന്റെ അടുക്കൽ ചെയ്യരുത് എന്നർത്ഥം. വീട്ടിൽ ചെയ്യേണ്ട എന്താ? അവിടെ നിസ്കരിക്കണം, അവിടെ ഖുർആൻ ഓതണം. ആ വക കാര്യങ്ങൾ ഖബറിന്റെ അടുത്ത് പോയി നിങ്ങൾ ചെയ്യരുതേ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ ഈ പറഞ്ഞ തത്വങ്ങൾ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ വലിയ ഒരു വിഭാഗം ആളുകൾക്ക് ബാധകമായി തീരുന്നില്ല. അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിന്റെയും ഒരു പരമ്പര തുടങ്ങുകയായി. അതൊന്നും ദീനുൽ ഇസ്ലാമിൽ തെളിവുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അപ്പറഞ്ഞ കാര്യങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടിൽ പെട്ടതാണ് എങ്കിൽ അതേ എന്ന് സ്ഥാപിക്കുവാനുള്ള തെളിവുകളാണ് നമ്മൾ അവരോട് ചോദിക്കേണ്ടത്. ഇലാ യൗമിൽ ഖിയാമ അങ്ങനെ ഒരു തെളിവ് അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ഇക്കാര്യം, ഇവിടെ സലഫികൾ പറയുന്ന ഈ കാര്യം, അതാണ് അഹ്ലുസുന്നത്തിന്റെ മാർഗം എന്ന് തിരിച്ചറിയാൻ എല്ലാവർക്കും കഴിയും. പിന്നെ ഖബറുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി പൊറുക്കലിനെ തേടണം. വസലൂ ലഹു തസ്ബീത്, അയാൾക്ക് തസ്ബീത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഫഇന്നഹുൽ ആന യുസ്അൽ, ഖബറിൽ കിടക്കുന്ന ആൾ ഇപ്പൊ ചോദ്യം ചെയ്യപ്പെടും. ഇപ്പൊ ചോദ്യത്തിൽ നിന്ന് ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പ്രാർത്ഥിക്കണം. എന്താണ്? അതിനാണ് നമ്മൾ തസ്ബീത്ത് ചെല്ലുക എന്ന് പറയുന്നത്. അതെന്താണ്?
അല്ലാഹുമ്മ സബ്ബിത്ഹു ബിൽ ഖൗലി സാബിത്, അല്ലാഹുമ്മ സബ്ബിത്ഹു ബിൽ ഖൗലി സാബിത്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. ആ രണ്ട് കാര്യം പറഞ്ഞാൽ തസ്ബീത്തായി. കുറച്ച് സമയം അത് ചൊല്ലിയാൽ തസ്ബീത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യം പ്രാവർത്തികമായി. അതിനപ്പുറത്ത് പ്രത്യേകമായ ഒരു ആചാരവും ഖബറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഇനി വേറൊരു കാര്യമുണ്ട് ഇതിൽ. അതെന്താണ്? പല ആളുകൾക്കും വലിയ തെറ്റിദ്ധാരണയുള്ള കാര്യമാണ്. മരണപ്പെട്ടവരായ ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി ഖുർആൻ ഓതുകയും അതിന്റെ കൂലി ഹദിയ ചെയ്യുകയും ചെയ്യുന്നൊരു സമ്പ്രദായം നമ്മുടെ നാട്ടിലൊക്കെ വിവിധങ്ങളായ ആളുകൾ കണ്ടുവരുന്ന ശാഫിയാക്കൾക്കിടയിൽ കാണുന്നുണ്ട്, ഹനഫികൾക്കിടയിൽ കാണുന്നുണ്ട്, പലരും കാണുന്നുണ്ട്. എന്താണ് ഇതിന് രേഖ എന്ന് നമുക്കറിയില്ല. നമ്മൾ നോക്കേണ്ടത് എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതിയിട്ട് ഇന്നാലിന്ന മരിച്ചവർക്കൊക്കെ പാർസലാക്കുക എന്ന് പറയുന്ന സമ്പ്രദായം പഠിപ്പിച്ചിട്ടില്ല. മാത്രല്ല ഇമാം ഷാഫിയുടെ മശൂറായ അഭിപ്രായവും അതിനെതിരാണ്. ഇമാം ഷാഫി റഹിമഹുല്ലയുടെ അഭിപ്രായം എന്താ? ഖുർആൻ ഓതിയിട്ട് കൂലി ഹദിയ ചെയ്താൽ അത് മരിച്ചവർക്കെത്തൂല എന്നാണ്. എന്റെ തെളിവെന്താണ്? ഇമാം ഇബ്നു കസീർ ഷാഫി മദ്ഹബിലെ വിഖ്യാതനായ ഒരു ആലിമാണ്. അദ്ദേഹം വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മനുഷ്യൻ അവൻ എന്താണോ പ്രവർത്തിച്ചത് അതേ അവനുള്ളൂ എന്നാണ് ആയത്തിന്റെ അർത്ഥം. ആ ആയത്തിനെ വിശദീകരിച്ച് അദ്ദേഹം പറയുന്നു, വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ ശ്രേഷ്ഠമായ ആയത്തിൽ നിന്നാണ് ഇസ്തംബത്ത ഷാഫിയു റഹിമഹുല്ലാഹ്, ഇമാം ഷാഫി തെളിവുപിടിച്ചിരിക്കുന്നത്. വമനിസ്തബഅഹു, ഇമാം ഷാഫിയെ പിൻപറ്റിയവരായ ആളുകൾക്കുള്ള തെളിവ്. എന്തിനുള്ള തെളിവ്? അന്നൽ ഖിറാഅ, ഖുർആൻ ഓതുക എന്ന് പറയുന്നത് ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ, ഖുർആൻ ഓതിയിട്ട് അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി മാ ഖറഅനാഹു ഇലൽ ബദരിയീന വൽ ഉഖ്ദിയീന എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി പാർസലാക്കുന്ന സമ്പ്രദായം അങ്ങനെ ചെയ്താൽ അതിന്റെ കൂലി അവർക്കെത്തുകയില്ല. എന്താ? ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ, അങ്ങനെ ഖുർആൻ ഓതി കൂലി ഹദിയ ചെയ്താൽ അതിന്റെ പ്രതിഫലം മരണപ്പെട്ടവർക്ക് എത്തുകയില്ല എന്നതിന് ഇമാം ഷാഫി തെളിവ് പിടിച്ചത് ഈ ആയത്താണ്. കാരണം ദാലി അന്നഹു ലൈസ മിൻ അമലിഹിം, ആ ഖുർആൻ ഓതിയത് അവരുടെ പ്രവൃത്തിയല്ല, വലാ കസ്ബിഹിം, അവരുടെ സമ്പാദ്യമല്ല. വലിഹാദാ ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു വലാ ഹസ്സഹും അലൈഹി വലാ അർശദഹും ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിനോട് ഇങ്ങനെ ഒരു ചര്യ പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന് പ്രേരിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു കാര്യം ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. ബിനസ്ഫിൻ വലാ ഇമാ, ഖണ്ഡിതമായ ഒരു തീരുമാനം പറഞ്ഞുകൊണ്ട് നസ്സോണ്ട് കൽപ്പിച്ചിട്ടില്ല, ഒരു സൂചനയില്ല. ഇമാം ഷാഫിയുടെ അദ്ദേഹത്തിന്റെ കിതാബിലെവിടെയും മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്യണമെന്നൊരു നസ്സ് വന്നിട്ടില്ല, അങ്ങനെ ഒരു സൂചനയുമില്ല. പിന്നെയോ വലം യുൻഖൽ ദാലിക അൻ ഹദിം മിന സഹാബ, സഹാബിമാരിൽ നിന്ന് ഒരാളിൽ നിന്ന് ധരിക്കപ്പെട്ടിട്ടില്ല. റസൂൽ കഴിഞ്ഞാൽ പിന്നെ സഹാബിയിലേക്ക് നമ്മൾ നോക്കേണ്ടത്. സഹാബിമാരിൽ നിന്ന് ഒരാളും ഇങ്ങനെ ചെയ്തതായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. പിന്നെയോ റളിയല്ലാഹു അൻഹു വലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി, അങ്ങനെ ഖുർആൻ ഓതി കൂലി ഹദിയ ചെയ്താൽ മരണപ്പെട്ടവർക്ക് ഫലം കിട്ടുമെന്നായിരുന്നുവെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ മുമ്പ് ചെയ്യേണ്ടത് ആരാണ്? റസൂൽ ചെയ്യണം, സഹാബത്ത് ചെയ്യണം. പക്ഷെ അവരത് ചെയ്തിട്ടില്ല. ഇതാണ് ഇമാം ഷാഫിയുടെ തെളിവ് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അപ്പൊ അതും എന്തല്ല, അഹ്ലുസുന്നത്തിന്റെ കാഴ്ചപ്പാടിലോ നിലപാടിലോ പെട്ട ഒരു കാര്യമല്ല എന്ന് ഖണ്ഡിതമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അടുത്ത കാര്യം, അടുത്ത ചോദ്യം എന്താണെന്നറിയോ? അടുത്ത ചോദ്യം, മുസ്ലിമീങ്ങൾ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് മുമ്പിൽ നടത്തുന്ന ഖുതുബ അറബിയിലാണ് വേണ്ടത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വലിയ തർക്കമാണെന്ത്, വെള്ളിയാഴ്ചയിലെ ജുമാ ഖുതുബ ഏത് ഭാഷയിലാണ് വേണ്ടത്? അവർക്കിടയിലും വലിയ തർക്കമാണ്. സമസ്തക്കാരായ ആളുകൾ വിശ്വസിക്കുന്നത് എന്താണ്? അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് അവർ ചോദ്യം. 1954 വരെയുള്ള കാലഘട്ടത്തിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന സമ്പ്രദായമാണ് അത്. നിങ്ങൾ അതിനെതിരാണല്ലോ ചെയ്യുന്നത്, അറബി അല്ലാത്ത ഭാഷയിൽ നിങ്ങൾ ഖുതുബ നടത്തുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ അവർക്ക് പറയാനുള്ള മറുപടി എന്താണെന്നറിയോ? മുസ്ലിമീങ്ങൾ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് മുമ്പിൽ നടത്തുന്ന
ഖുതുബ മുഴുവനും അറബിയിലാണ് വേണ്ടത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വളരെ കൃത്യമായ മറുപടിയാണ്. വെള്ളിയാഴ്ചയിലെ ഖുതുബയിലെ എല്ലാ വശങ്ങളും അറബിയിൽ തന്നെ ആകണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മറ്റൊരു പറയുന്നത് എന്താ? എല്ലാം അറബിയായിരിക്കണമെന്നാണ്. എന്നാൽ എന്താണ് ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്? ഖുതുബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്? നാല് മദ്ഹബിൽ 3 മദ്ഹബിന്റെ അഭിപ്രായവും 4 മദ്ഹബിലെ 3 മദ്ഹബിന്റെ അഭിപ്രായവും അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിക്കാം എന്നാണ്. ഷാഫി മദ്ഹബിലും അത് തന്നെയാണ് നിലപാട്. അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിക്കാം എന്നതാണ് ഷാഫി മദ്ഹബിന്റെ നിലപാടും. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഹമ്മദ് സാലിഹ് ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. എന്താണ്? അറബിയിൽ തന്നെ ആയിരിക്കണമെന്ന് വല്ല നിബന്ധനയുമുണ്ടോ എന്നാണ് ചോദ്യം. വസ്സഹീഹു ഫീ ഹാദിഹിൽ മസല, ഈ പറയുന്ന മസലയിലെ ഏറ്റവും ശരിയായ വശം അന്നഹു യജൂസു ലിഖതീബിൽ ജുമുഅ, ജുമുഅ നടത്തുന്നവനായ ഖതീബിന് ജായിസാൻ അൻ യഖ്തുബ ബിൽ ലിസാനിൽ ലദീ ലാ യഫഹമുൽ ഹാദിറൂന ഗൈറഹു, അവിടെ സന്നിഹിതരായവരായ ആളുകൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷ ഏതാണോ ആ ഭാഷയിൽ ഖുതുബ നിർവഹിക്കൽ ഖതീബിന് ജായിസാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അറബി പറ്റൂല എന്നല്ല നമ്മൾ പറയണ്ടേ, അറബിയാണ് അഫ്ളൽ. നമുക്ക് സംശയമൊന്നുമില്ല. അറബിയിൽ തന്നെ ഖുതുബ നിർവഹിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ശരിയായ രീതി. കാരണം എന്താണ്? വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് അറബിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ വിശദീകരിച്ച അറബിയിലാണ്. അതുകൊണ്ട് തന്നെ അറബിയിൽ തന്നെ സംസാരിച്ച് ഒരാൾക്ക് കാര്യം ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ അതാകുന്ന ഏറ്റവും ശരിയായ രീതി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ അറബി അല്ലാത്തവരായ ആളുകളാണ് മുമ്പിലിരിക്കുന്നതെങ്കിൽ അത്തരമൊരു സന്ദർഭത്തിൽ ആ ആളുകൾക്ക് വേണ്ടി അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിക്കാം. അത് ജായിസായ കാര്യമാണ്. ഫഇന്നഹു യഖ്തുബു ബിലിസാനിഹിം, അവരുടെ ഭാഷയിൽ ഖുതുബ നിർവഹിക്കണം. കാരണം ലിഅന്ന ഹാദാ ഹുവ വസീലത്തുൽ ബയാനി ലഹും, ആളുകൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനുള്ള വഴിയാകുന്നു അത്. തമിഴ് മാത്രം സംസാരിക്കുന്ന ഒരാളോട് മുമ്പിൽ കുത്തിരുന്നിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് കാര്യമല്ല, ഓനത് മനസ്സിലാകൂല. എന്തിനാ ഖുതുബ നടത്തുന്നത്? വൽ മഖ്സൂദു മിനൽ ഖുതുബ, ഖുതുബയുടെ ഉദ്ദേശം ഹുവ ബയാനു ഹുദൂദില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീനായി പഠിപ്പിച്ചു തന്നിട്ട് കാര്യങ്ങൾ ഇന്നതാകുന്നു എന്ന് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കലാണ് ഖുതുബയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറണമെങ്കിൽ ജനങ്ങളുടെ ഭാഷയിൽ അവരോട് സംസാരിക്കുകയല്ലാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് ആ കാര്യം ചെയ്യൽ ജായിസാകുന്നു എന്ന് മുഹമ്മദ് സാലിഹ് ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ നൂറുൽ ദർബ് എന്ന പരിപാടിയിൽ 984 ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സലഫികൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഈ നിലപാട് തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഭൂരിപക്ഷം ആളുകളും സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഷാഫി മദ്ഹബിലേക്ക് നമ്മൾ വന്നാലോ, ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബ് എന്ന് പറഞ്ഞ വിഖ്യാത ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇതിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറയുന്നു, ഹൽ യുശ്തറത്തു ഖൗലുൽ ഖുത്ബതി ബിൽ അറബിയ്യ, ഖുത്ബ അറബി ആയിരിക്കുക എന്നത് നിബന്ധനയാണോ? അറബിയിൽ തന്നെ ആയിരിക്കണമെന്ന് നിബന്ധനയുണ്ടോ എന്ന കാര്യത്തിൽ ഫീഹി തരീഖാനി, 2 വഴികളുണ്ടത്. അഹദുഹുമാ, അതിൽ ഒന്നാമത്തെ വബിഹി ഖതൽ ജുംഹൂർ, ഷാഫി പണ്ഡിതന്മാരിലെ മഹാഭൂരിപക്ഷവും പറയുന്നത് അതാണ്. എന്താണത്? യുശ്തറത്തു, ഷർത്താണ്, അറബിയിൽ തന്നെ ആയിരിക്കണമെന്ന് ഷർത്താണ്. കാരണം ലിഅന്നഹു ദിക്റുൻ മഫ്റൂദ്, ഫർളായ നിർബന്ധമായ ഒരു ദിക്റാകുന്നു അത്. ഏതുപോലെ ഫശുരിത ഫീഹിൽ അറബിയ്യ, ദിക്ർ പറയൽ അറബിയത്ത് ഷർത്താണ്, അറബിയിലായിരിക്കുക എന്നത് ഷർത്താണ്. ഏതുപോലെ കത്തശഹുദി വതക്ബീറത്തുൽ ഇഹ്റാം, നമ്മൾ നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് ഓതുന്നുണ്ട്, അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്, അതൊക്കെ അറബിയിൽ തന്നെ ആകുന്നത് പോലെ, അത് മലയാളത്തിലാക്കാൻ പറ്റാത്തതുപോലെ അറബിയായിരിക്കൽ നിബന്ധനയാകുന്നു എന്നതാണ് ഒരു നിലപാട്. മഅ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് അതിന് തെളിവ് പറയുന്നത്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടോ അതേപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നിസ്കാരം ചെയ്യുന്നത് പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബിയിലാണ് ഖുതുബ നടത്തിയതെങ്കിൽ ആ അറബിയത്ത് തന്നെ
വേണം എന്ന ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. വസ്സാനി, വേറൊരു വിഭാഗമുണ്ട്. ഫീഹി ത്വരീഖാനി, ഫീഹി വജ്ഹാനിൽ രണ്ട് വജ്ഹുണ്ട്. ഹകാഹുമാ ജമാഅത്തും മിൻഹുൽ മുതവല്ലി, അത് ശാഫി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വലിയ വലിയ ആളുകൾ, ഒരു സംഘം ആളുകൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതെന്താണ്? മുസ്തഹബ്ബുൻ വലാ യുസ്തറതു, അറബി ഭാഷയിൽ ഖുത്ബ നിർവഹിക്കൽ സുന്നത്താണ്. വലാ യുസ്തറതു, അവിടെ ഷർത്തില്ല, അറബിയിൽ തന്നെ ആവണമെന്ന് നിബന്ധനയില്ല. എന്നാൽ അറബി ആവുക എന്നത് ഏറ്റവും സുന്നത്തായ കാര്യമാണ്. കാരണം ലിഅന്നൽ മഖ്സൂദ അൽ വഅദു, ഖുത്ബയുടെ ഉദ്ദേശം എന്താണ്? ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കലാണ്. അറബിയിൽ മനുഷ്യന്മാർക്ക് തിരിയാത്ത ഭാഷയിൽ ഉപദേശിച്ചിട്ട് കാര്യമല്ല. ഉപദേശം ഫലം ചെയ്യണമെങ്കിൽ വഹുവ ഹാസിലുൻ ബികുല്ലിൽ ലുഗാത്ത്, ഉപദേശം ഫലിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷയിലും പറ്റും. ഉപദേശം മനുഷ്യന്മാർക്ക് തിരിയണമെങ്കിൽ തിരിയുന്ന ഏത് ഭാഷയിലാണോ ആ ഭാഷയിൽ ഖുത്ബ നിർവഹിക്കാം. എന്നാൽ സുന്നത്തായിട്ടുള്ള കാര്യം, മുസ്തഹബായ കാര്യം എന്താ? അറബിയിലാകലാകുന്നു. ഇതാണ് ഷാഫി മദ്ഹബിലും പറയുന്നത്. ഇനി ഷാഫി മദ്ഹബിലെ വേറെ ചില അഖ്വാലുകൾ ഉദ്ധരിക്കുന്നുണ്ട്. യുസ്തറതു കൗനുഹാ അയിൽ അർക്കാനു ദൂന മാ അദാഹ അറബിയ്യതൻ, ഖുത്ബയുടെ അർക്കാനുകൾ എന്തൊക്കെ? ഖുത്ബയുടെ അർക്കാൻ ഷാഫി മദ്ഹബ് അനുസരിച്ച് അന്ത്, സലാത്ത്, തഖ്വാ കൊണ്ട് വസിയത്ത് ചെയ്യൽ, ഖുർആൻ ഓതൽ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ, ഇത് 5 റുക്കുനാണ്. ഈ 5 റുക്കുനുകളും അറബിയിലായിരിക്കൽ ഷർത്താണ്. എന്നാൽ ആ റുക്കുനുകൾ അല്ലാത്ത ഭാഗങ്ങൾ, ജനങ്ങൾക്ക് കേൾക്കാവുന്ന ഉപദേശങ്ങളുണ്ടല്ലോ, ആ ഉപദേശങ്ങൾ മനുഷ്യന്മാർക്ക് തിരിയുന്ന ഭാഷയിൽ പറയാം. അത് ജായിസായ കാര്യമാകുന്നു എന്ന നിലപാടാണ് ശാഫി മദ്ഹബിന് പോലും ഉള്ളത്. അപ്പൊ ഇങ്ങനെ അറബി അല്ലാത്ത ഭാഷയിൽ ഒരാൾ ഖുത്ബ നടത്തിയാൽ, അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടത്തുന്ന ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരാൾ പങ്കെടുത്താൽ അയാളൊക്കെ അഹ്ലു സുന്നത്തിൽ നിന്ന് പുറത്താണ് എന്ന് പറയാൻ ഷാഫി മദ്ഹബ് അനുസരിച്ച് പറ്റുമോ? ചോദ്യമാണ്. ഷാഫി മദ്ഹബ് അനുസരിച്ച് പറ്റുമോ? ഇത് തെറ്റായ ഒരു കാര്യമാണ്, അഹ്ലു സുന്നത്ത് പുറത്തുപോയ ഒരു കാര്യമാണ് എന്ന് പറയാൻ പറ്റുമോ? അതൊരു ചോദ്യമാണ്. അതിവിടെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഈ നാട്ടിലെ ജനങ്ങളുടെ ചെവിയിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കണം. ഇസ്ലാമിനെ സ്നേഹിക്കുന്ന, ശരിയായ മുസ്ലിമായി ജീവിച്ച് മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടിയാണ് നമ്മൾ ഇത് പറയുന്നത്. ഇതിലൊരു കക്ഷിത്വവുമില്ല. ശരിയായ ദീനുൽ ഇസ്ലാം എന്താണോ അത് ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഉദ്യമം. ഇനി രണ്ടാമത്തെ വിഷയം പറയാം. അതെന്താണെന്നറിയോ? പ്രതികൾ അന്യായക്കാരോട് ചോദിച്ച ചോദ്യങ്ങൾ. ആ 17 ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് പിന്നെ പ്രതികളായ ആളുകൾ അന്യായക്കാരോട് ചോദിച്ച ചോദ്യങ്ങൾ 17. അതിന്റെ മറുപടിയാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്താ അറിയോ? വഹാബിയ ഖാദിയാനിയ വർഗക്കാർ എന്ന് നിങ്ങൾ പറയുന്നത് ഒരു വർഗക്കാരാണോ അതോ 2 വർഗക്കാരാണോ? കേസ് കൊടുത്തപ്പോ എന്താ എങ്ങനെ കൊടുക്കുന്ന അറിയോ? ഇവര് മുസ്ലിമീങ്ങളല്ല, ഇവര് അഹ്ലുസുന്നത്തിലൊന്നും പെടൂല, ഇവരെന്തോ ഒരു പ്രത്യേകമായ സാധനമാണ്. വഹാബിയ എന്ന് പറഞ്ഞ പ്രത്യേക ഒരു സാധനമാണ്, ഖാദിയാനിയ എന്ന് പറഞ്ഞ പ്രത്യേക സാധനമാണ് എന്ന് ആണ് കൊടുക്കുന്നത്. അതിനുള്ളൊരു മറുചോദ്യമാണ് വഹാബിയ ഖാദിയാനിയ വർഗക്കാർ എന്ന് നിങ്ങൾ പറയുന്നത് ഒരു വർഗക്കാരോ 2 വർഗക്കാരോ? രണ്ടും കൂട്ടിയിട്ടാണ്. സാധാരണ നമ്മള് ഒരു സ്വീകരിക്കുന്ന ഒരു പരിപാടിയുണ്ട്, വഹാബി, മൗദൂദി, ഖാദിയാനി എന്നൊക്കെ പറഞ്ഞ എല്ലാം കൂടി കൂട്ടിയിട്ട് ഒറ്റ കൊട്ടയിൽ തട്ടിയിട്ട് ആണ് പറയാം. അപ്പൊ അങ്ങനെ പറയുന്നത് എന്താണ്? ഒരു കൂട്ടരാണ് 2 കൂട്ടരാണോ എന്ന് ചോദിച്ചപ്പോ അവർക്കുള്ള മറുപടി എന്താണെന്നറിയോ? 1 അല്ല 2 വഹാബിയ എന്ന് പറഞ്ഞൊരു കൂട്ടരാണ്, ഖാദിയാനിയ എന്നുള്ളത് വേറൊരു കൂട്ടരാണ്. രണ്ടാമത്തെ ചോദ്യം, സുന്നി വർഗത്തിൽപ്പെട്ട ഒരാൾ വഹാബിയായി തീരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരാൾ സാധാരണഗതിയിൽ ഇവിടെ സമസ്തക്കാരന്റെ മഹലിൽപ്പെട്ട ഒരു വ്യക്തിയെ ആ മഹലിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ എന്ത് വേണം? അവർ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ടവരാകണല്ലോ. അപ്പൊ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ടവരാണ് എന്ന് പറയാവുന്ന വ്യക്തമായ ന്യായങ്ങളും തെളിവിനും വിരുദ്ധമായി ഒരാൾ പ്രവർത്തിക്കുമ്പോഴാണ് അയാൾ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് പറയാം. അതുകൊണ്ടാണ് ചോദ്യം, സുന്നി വർഗത്തിൽപ്പെട്ട ഒരാൾ
വഹാബിയായി തീരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഇന്നെന്ന് കാരണങ്ങൾ പറയണ്ടേ? പറഞ്ഞില്ല. വഹാബി വിശ്വാസാചാരങ്ങൾ സ്വീകരിക്കൽ കൊണ്ട് വഹാബിയായി തീരുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ? വഹാബി വിശ്വാസ ആചാരങ്ങൾ സ്വീകരിക്കൽ കൊണ്ട് വഹാബിയായി തീരുന്നു. ഏതാണ് ഈ വഹാബി? അങ്ങനെ ഒരു സാധനം ഉണ്ടോ ഈ ദുനിയാവില്? വഹാബി എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ സാധനം ഇവിടെ ദുനിയാവിൽ ഇല്ല. പിന്നെ ആരിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഈ പറയുന്നത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല എന്ന് പറയുന്ന സൗദി അറേബ്യയിൽ ജീവിച്ച ഏകദേശം 2 നൂറ്റാണ്ടിനപ്പുറത്ത് സൗദി അറേബ്യയിൽ ജീവിച്ചിട്ടുള്ള ഒരു വിഖ്യാതനായ പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? അദ്ദേഹമാകട്ടെ ഹംബലി മദ്ഹബുകാരനാണ്. അദ്ദേഹത്തിന് കിതാബുകളിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഹംബലി മദ്ഹബിന്റെ മുഖല്ലിദാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ മദ്ഹബിലേക്ക് ചേർക്കപ്പെടുന്ന താവഴി സ്വീകരിച്ചവനാണ് ഞാൻ. എനിക്ക് ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള 2 കിതാബുകൾ, 2 വ്യക്തികൾ, ഒന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ കിതാബുകളാണ്. രണ്ടാമത് അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ റഹിമഹുല്ലയാണ്. ഈ 2 ആലിമീങ്ങളുടെ കിതാബുകൾ ഞാൻ ധാരാളമായി വായിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും ആരാണ്? ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാരാണ്. അവരൊക്കെ ഹംബലികളാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഹംബലിയാണ്. ഇബ്നുൽ ഖയ്യിം ജൗസിയ ഹംബലിയാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഹംബലി മദ്ഹബുകാരനാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പറയാറുണ്ട്, 4 മദ്ഹബ് സ്വീകരിക്കാത്തവൻ ളാലും മുതലുവാണെന്ന. അപ്പൊ മദ്ഹബ് സ്വീകരിച്ചവരായ ഈ ആളുകളെ പറ്റി, ഈ വാദമുള്ളവരായ ആളുകൾക്ക് എങ്ങനെ ഇവര് മുക്തദികളാണെന്ന് പറയാ? മദ്ഹബ് സ്വീകരിച്ചവരാണവർ. ഇനി ഈ പറഞ്ഞവരായ ആളുകൾ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്തിട്ടുള്ള മഹാപണ്ഡിതന്മാരാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ കിതാബ് തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥം ലോകപ്രശസ്തമാണ്. അദ്ദേഹത്തിന് ഒരു കിതാബല്ല ഉള്ളത്. അദ്ദേഹത്തിന്റെ കിതാബിൽ ചിലത് ഞാൻ എണ്ണാം. മുഖ്തസർ സാദുൽ മആദ്. സാദുൽ മആദ് എന്ന ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബ് വിഖ്യാതമായ ഗ്രന്ഥമാണ്. അതിനെ ചുരുക്കി എഴുതിയ കിതാബാണ് മുഖ്തസർ സാദുൽ മആദ്. പിന്നെ കിതാബ് സലാസത്തുൽ ഉസൂൽ, 3 അടിസ്ഥാന കാര്യങ്ങൾ. അൽ ഉസൂലു സലാസ വേറെ കിതാബ്. നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിനെ ഇല്ലാതാക്കി കളയുന്ന കാര്യങ്ങൾ. കിതാബ് തൗഹീദ്, തൗഹീദ് എന്താണെന്ന് വിശദീകരിക്കുന്ന കിതാബ്. കിതാബ് കശ്ഫുസ് ശുബ്ഹാത്ത്, അവ്യക്തകൾ നീക്കുക എന്ന് പറഞ്ഞ വേറെ കിതാബ്. അൽ ഖവാഇദുൽ അർബഅ, 4 അടിസ്ഥാന തത്വങ്ങൾ. ഉസൂലുൽ ഈമാൻ, ഈമാനിന്റെ അടിത്തറകൾ. ഫദ്ലുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ സവിശേഷത. മസായിലുൽ ജാഹിലിയ, ജാഹിലി മസല. അൽ ഹദിയുൻ നബവിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ള ഒരു വിഖ്യാതനായ ആലിമാണ്. ഇന്നത്തെ സൗദി അറേബ്യ എന്ന് പറയുന്ന ഭരണകൂടം സ്ഥാപിതമായത് അദ്ദേഹത്തിന്റെ തജ്ദീദി പ്രവർത്തനം കൊണ്ടാണ്. അത്ര വലിയൊരു മഹാനായ പണ്ഡിതനാണ്. നമ്മൾക്കിവിടെ ചോദിക്കാനുള്ളത്, നമ്മൾ ലോകത്തുള്ള ഏതെങ്കിലും ഒരു സലഫി ആദർശക്കാരൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലേക്ക് ചേർത്തിക്കൊണ്ട് ഞങ്ങൾ വഹാബിയാണെന്ന് പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയാണെന്ന്. അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും താബിഈങ്ങളും സ്വീകരിച്ച മാർഗമാണ് ഞങ്ങളുടെ വഴി എന്ന് പറയുന്നവരാണ്. ആ വഴിയിലൂടെ കടന്നു വന്നിട്ടുള്ള പരിഷ്കർത്താക്കളായ മഹാന്മാരായ ഉലമാക്കന്മാരാണ് ഇവർ എഴുതിയിട്ടുള്ള കിതാബുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾക്ക് പറയാനുള്ളത്, ഷെയ്ഖുൽ ഇസ്ലാമിനെ എതിർക്കുന്ന, അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ എതിർക്കുന്നവരായ ആളുകളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, അദ്ദേഹം എഴുതിയതായി ലോകത്ത് പ്രസിദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു കിതാബിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ അഖീദത്തും വിശ്വാസ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിരുദ്ധമായ ഒരു വരി കാണിച്ചു തരാൻ ലോകത്തുള്ള സകല വിമർശകന്മാരെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. സാധ്യമല്ല. അത്രയധികം പ്രചാരം നേടിയിട്ടുള്ള ഗ്രന്ഥങ്ങളാകുന്നു ഇത്. അതുകൊണ്ട് വഹാബി എന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്താൻ ആരും മനക്കെട്ടിട്ട് കാര്യമല്ല. അവരൊക്കെ മുജദ്ദിദീങ്ങളാണ്. അവർക്കും അപാകതകളോ പിഴവുകളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. പിഴവുകൾ ആരും സ്വീകരിക്കേണ്ടതില്ല. അത് ഇമാം ഷാഫി റഹിമഹുല്ലാ തന്നെ പറഞ്ഞിട്ടില്ലേ, ഇദാ റഅയ്തും കലാമി ഖിലാഫ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅമലൂ ബിൽ ഹദീസ് വദ്രിബൂ ഖൗലിയൽ ഹായിത. എന്റെ ഖൗല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് എതിരായി നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഹദീസ് അനുസരിച്ചാണ് അമൽ ചെയ്യേണ്ടത്. എന്റെ വാക്കിനെ നിങ്ങൾ കൈവെടിയണം. ഇതാണ് അവരുടെ നിലപാട്.
അങ്ങനെ ഏതൊരു മനുഷ്യനാണെങ്കിലും അള്ളാഹുവിന്റെ റസൂല് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെ വീക്ഷണത്തിലും ശരിയും തെറ്റും സംഭവിക്കാം. ആ ശരിയേത് തെറ്റ് തീരുമാനിക്കുന്നത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ്. അങ്ങനെയുള്ളതല്ലാത്ത ഇമാം ഷാഫിയോടില്ലാത്ത മദ്ഹബിന്റെ ഇമാമികളോടില്ലാത്ത ഒരു സ്നേഹവും ബഹുമാനവും ഈ പറഞ്ഞ ഒരാലിമീങ്ങൾക്ക് ഒരു സലഫിക്കുമില്ല. പക്ഷെ ഏതൊരു വ്യക്തിയാണെങ്കിലും അവർ ചെയ്യുന്ന സേവനങ്ങളെ നമ്മൾ വിലമതിക്കും. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ചെയ്തിട്ടുള്ള സേവനങ്ങൾ ലോകത്ത് തുല്യതയില്ലാത്ത സേവനങ്ങളായതുകൊണ്ട് നമ്മൾക്ക് അദ്ദേഹത്തിനോട് കുറച്ച് അതിര് കവിഞ്ഞ ആദരവുണ്ട് എന്ന കാര്യം ഒരു സത്യമാണ്. അത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോടുണ്ട്. ലോകത്തെ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്ന സകല പണ്ഡിതന്മാരോടും ഈ നിലപാട് നമ്മൾക്കുണ്ട്. എന്ന് വെച്ച് നമ്മളുടെ പേര് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് കൂട്ടിക്കെട്ടാൻ ആരും ശ്രമിച്ചിട്ട് കാര്യമില്ല. അപ്പോ ഇതാണ് അതിനുള്ള മറുപടി. ഇന്നെന്താ പറയുന്നത്? അപ്പൊ വഹാബി വിശ്വാസ ആചാരങ്ങൾ സ്വീകരിക്കൽ കൊണ്ട് വഹാബിയായി തീരുന്നു എന്ന് പറഞ്ഞ അവ്യക്തമായ മറുപടി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഇന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ കിട്ടുക? നമുക്കെന്താ കുഴപ്പം? ഇവിടെ സലഫികൾ എന്ന് പറയുന്നവരായ ആളുകൾക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ വിമർശകന്മാരായ ഏതെങ്കിലും സമസ്തക്കാർക്ക് മറുപടി ഉണ്ടാ? നിങ്ങൾ ചെയ്യുന്ന ഇന്ന കാര്യം ഖുർആനെതിരാണ്, ഹദീസിനെതിരാണ്, അഹ്ലുസുന്നത്തിന്റെ നിലപാടിനെതിരാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇല്ല, അന്നും കഴിഞ്ഞിട്ടില്ല. 1954 കഴിഞ്ഞിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ അതോട് ഇവിടെ ഉണ്ടാകാൻ പോകുന്നതല്ല. മൂന്നാമത്തെ ചോദ്യം അവരുള്ള ചോദ്യമാണ്. ഇസ്ലാം മതത്തിന്റെ വിശ്വാസാചാരങ്ങൾക്കും ആരാധനാമുറകൾക്കും അടിസ്ഥാനമായി സ്വീകരിക്കപ്പെടേണ്ടുന്ന പ്രമാണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നുകൂടി കേൾക്കണം. നമ്മൾ മുസ്ലിമായി ജീവിക്കുമ്പോ ഇസ്ലാമായി ജീവിക്കാനും വിശ്വസിക്കുവാനും നമ്മുടെ വിശ്വാസാചാരങ്ങൾക്ക് ആരാധനമുറകൾക്കും അടിസ്ഥാനമായി വെക്കേണ്ടത് എന്തിനെയാണ്? സ്വീകരിക്കേണ്ടുന്ന പ്രമാണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവരോട് ചോദിച്ചപ്പോ അവർ കോടതിയിൽ കൊടുത്തിട്ടില്ല. മറുപടി എന്താണെന്നറിയോ? ഇസ്ലാം മതത്തിന്റെ വിശ്വാസാചാരങ്ങൾക്കും ആരാധനാമുറകൾക്കും അടിസ്ഥാനമായി പരിശുദ്ധ ഖുർആനെയും നബിചര്യകളെയും ഉത്തമ നൂറ്റാണ്ടുകാരുടെ നടപടിക്രമങ്ങളെയും ഇസ്ലാം മതത്തിന്റെ വിശ്വാസാചാരങ്ങൾക്കും ആരാധനാമുറകൾക്കും അടിസ്ഥാനമായി പരിശുദ്ധ ഖുർആനിനെയും നബിചര്യകളെയും ഉത്തമ നൂറ്റാണ്ടുകാരുടെ നടപടിക്രമങ്ങളെയും സ്വീകരിക്കേണ്ടതാണ്. ശരിയായ ഉത്തരം. അതായത് ഇവർ ഉത്തരം പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും ശരിയായ ഒരു ഉത്തരം ഏതാന്ന് ചോദിച്ചാൽ ഇതാണ്. ഇത് നമ്മൾക്കും വ്യത്യാസമില്ല. ഇതിന്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. എന്താണ്? നമ്മൾ വിശ്വസിക്കേണ്ടതും ആചരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിന്റെയും അടിസ്ഥാനത്തിലാണ്. സഹാബത്തും താബീങ്ങളും തബഉ താബീങ്ങളും അടങ്ങുന്ന ഉത്തമ തലമുറ കാലഘട്ടത്തിൽ നിന്നതെന്തോ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പറഞ്ഞ സംഗതി ഇവിടെ നടക്കുന്നുണ്ടോ? ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ കേരളത്തിലെ സമസ്തക്കാര് എന്ന് പറയുന്നവരായ ആളുകൾ അവർ ഈ ദീനാചരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല എന്നുള്ള കാര്യം വളരെ വസ്തുനിഷ്ഠമായി നമുക്ക് പറയാൻ കഴിയും. ഇപ്പോ നമ്മുടെ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആഘോഷങ്ങൾ നടക്കാറുണ്ട്. ഇത് ഖുർആനിലുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ടോ? സഹാബത്തിന്റെ നടപടികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ടോ? ഇല്ല. എന്താണ് തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ എഴുതി വെച്ചത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ,
അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണാവുന്നതാ. അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ എന്നല്ലേ. മൗലിദ് കഴിക്കാന്നുള്ള ഈ പരിപാടി ഹിജ്റ 300 ശേഷം ഉണ്ടായതാണ്. അതായത് റസൂലും സഹാബത്തും താബീങ്ങളും കഴിഞ്ഞതിന് ശേഷമുണ്ടായ ഒരു സമ്പ്രദായമാണ്. അപ്പൊ പിന്നെ എങ്ങനെ ഇസ്ലാമാവുക? അതെങ്ങനെ ഇസ്ലാമിന്റെ ഭാഗമാവുക? അതെങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഭാഗമായി തീരുക എന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാതെ കിടക്കുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യം അത് വിശദീകരിക്കാൻ ഇനി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ നിർത്തിവെക്കാൻ. ഏതായിരുന്നാലും ഇന്ന് നമ്മൾക്കിടയിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ മുഴുവനും മുസ്ലിം സമുദായത്തിൽ ഞങ്ങളാണ് യഥാർത്ഥത്തിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നവർ കൊണ്ടു നടക്കുന്ന ആചാരങ്ങളോ വിശ്വാസങ്ങളോ ഏതെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഉത്തമ നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ പ്രധാനമായും നമ്മുടെ മത സമൂഹത്തിന്റെ വലിയ ഒരു വരുമാന മാർഗമായി സ്വീകരിക്കപ്പെടുന്ന കാര്യം എന്താ? പ്രധാനമായും ഖബറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ആചാരങ്ങളാണ്. നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ തന്നെ നേർച്ചകൾ, വഴിപാടുകൾ, പൂരങ്ങൾ, മഖബറകൾ, ആചാരം കെട്ടിപ്പൊക്കൽ, അവിടെ നടക്കുന്ന ഉത്സവങ്ങൾ, ഇതൊക്കെ ധാരാളമായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന മസ്ജിദിൽ ഏതെങ്കിലും ഒരു ഉത്സവം നടന്നിട്ടുണ്ടോ? ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്ന ഉത്സവം ഉണ്ടോ? അവിടെ ഖദീന പൊട്ടിച്ചിട്ടുണ്ടോ? അവിടെ ആന എഴുന്നള്ളിയിട്ടുണ്ടോ? അവിടെ പെട്ടി വന്നിട്ടുണ്ടോ? ഇങ്ങനെ ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു ആചാരം, നേർച്ച എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തെളിവും കാണാൻ പറ്റൂല. മാത്രല്ല ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനിശിതമായി വിശുദ്ധ ഹദീസ് വചനങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഹദീസ് എന്താ? ലാ തജൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബറിടത്തെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ. ഇസ്തദ്ദ ഖളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അംബിയാക്കന്മാരുടെ ഖബറിടങ്ങളെ മസ്ജിദുകളാക്കി വെച്ചവരായ സമുദായങ്ങൾക്ക് ശാപകോപങ്ങൾ ഉണ്ടാകട്ടെ എന്നാ. അതാരൊക്കെയാണ്? പൂർവികമായി കഴിഞ്ഞുപോയിട്ടുള്ള സമുദായങ്ങളൊക്കെ അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങളെ പുണ്യസ്ഥലങ്ങളും അതുപോലെ തന്നെ മസാറുകളുമാക്കി മാറ്റിയിട്ടുണ്ട്, ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി പറയുന്ന കാര്യങ്ങൾ ഖബറിന്റെ അടുക്കൽ പോയി പറയുന്നുണ്ട്. കുട്ടികളെ തരണേ, സമ്പാദ്യത്തിൽ ബർക്കത്തുണ്ടാക്കി തരണേ, മനുഷ്യന്മാർക്ക് ഐശ്വര്യം കൊടുക്കണേ, ഇങ്ങനെ അള്ളാഹിനോട് ചോദിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഖബറിന്റെ അടുക്കൽ പോയി ചോദിക്കുക എന്ന ഖബറിനെ വിഗ്രഹമാക്കി വെക്കുന്ന പരിപാടി ഇന്ന് മുസ്ലിം സമുദായം ഏറ്റെടുത്തിരിക്കുന്നു. ഇത് ചെയ്യുന്നവരായ ആളുകൾ എങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തായി? ഇത് പാടില്ല എന്ന് പറയുന്നവരായ ആളുകൾ എങ്ങനെ അഹ്ലുസുന്നത്തിന് പുറത്തായ വിദഅത്തിന്റെ കക്ഷികളായി? ചോദ്യമാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജൽ ഖബരി ഈദാ, എന്റെ ഖബറിടത്തെ നിങ്ങൾ സന്ദർശന കേന്ദ്രമാക്കരുതേ. ഈദ് എന്ന് പറഞ്ഞെന്താ? ആദ, എന്നും സന്ദർശിക്കാനുള്ള ഇടമാക്കി മാറ്റുക. നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരായ ആളുകൾ പറയുന്നത് എന്താ? ഹജ്ജും സിയാറത്തും, ഹജ്ജും സിയാറത്തും എന്നാണ് പറയുക. ഹജ്ജോടുകൂടി ഒരു സിയാറത്ത് എന്ന സംഭവമേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിക്കുക എന്നുള്ള പ്രത്യേകം പുണ്യകരമായ ഒരു കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് എന്താ പറഞ്ഞത്? ലാ തജഅൽ ഖബരി ഈദാ, എന്റെ ഖബറിടത്തെ നിങ്ങൾ എപ്പോഴും സന്ദർശിക്കുന്ന കേന്ദ്രമാക്കരുത് എന്നാ. എന്നാൽ മദീന മസ്ജിദിൽ ഒരാൾ പോകുന്നുണ്ട് എങ്കിൽ മദീന മസ്ജിദിലേക്ക് പോകാം. പുണ്യമായി തീർത്ഥാടനം ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് 3 പള്ളികൾ. ലാ തശുദ്ദുർ റിഹാൽ ഇല്ലാ ഇലാ സലാസതി മസാജിദ്, മസ്ജിദുൽ ഹറാം വ മസ്ജിദി ഹാദാ വ മസ്ജിദുൽ അഖ്സ. 3 പള്ളിയാണ്. ആ 3 പള്ളികളിലും പുണ്യം ആഗ്രഹിച്ചിട്ട് യാത്ര പോകാം. അങ്ങനെ പോകാൻ പറ്റിയൊരു പള്ളിയാണ് മദീന മസ്ജിദ്. അവിടെ ഒരാൾ പോയാൽ ആ സമയത്ത് റസൂലുള്ളാഹിന്റെ ഖബറിനടുക്കൽ പോയി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നമുക്ക് അവിടെ പോയി പറയൽ സുന്നത്തായ കാര്യമാണ്. അതല്ലാതെ ഒരു സലാം പറയാൻ വേണ്ടി മാത്രമായി ഖബർ തേടി പോകണമെന്ന് നബി പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പോകരുത് എന്ന് പ്രത്യേകം പറഞ്ഞു. അവിടെ ആഘോഷ സ്ഥലമാക്കരുത് പ്രത്യേകം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഖബറായ ഖബറുകൾ മുഴുവൻ ആഘോഷമില്ലാത്ത, പിന്നെ പെട്ടിവരവില്ലാത്ത, എഴുന്നള്ളത്തില്ലാത്ത, പൂരങ്ങൾ നടക്കാത്ത സ്ഥലങ്ങളില്ല. അത് വലിയൊരു വരുമാനമായി നമ്മുടെ സമുദായം ഏറ്റെടുത്തിരിക്കുന്നു. എന്നാൽ ഇപ്പറഞ്ഞ കാര്യം ശാഫി മതം അംഗീകരിക്കുന്നുണ്ടോ? അതുമില്ല. ശാഫി മതമെങ്കിലും അംഗീകരിക്കണ്ടേ? ശാഫി മദ്ഹബിലെ വിഖ്യാതനായ ഒരു ആലിമാണ് ഇബ്നു ഹജർ ഹൈതമി. ഹാത്തിമത്തുൽ മുഹഖിഖീൻ എന്നാണ് ശാഫിയാക്കൾ ഇബ്നു ഹജർ ഹൈതമിയെ കുറിച്ച് പറയാറുള്ളത്.
അദ്ദേഹത്തിന്റെ ഫതാവൽ കുബ്ര എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്, അൽ ബാബുൽ ജനായിസ്. ജനായിസിന്റെ ബാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, യുഹറമു ബിനാഉൽ ഖബർ, ഖബർ കെട്ടിപ്പൊക്കൽ ഹറാമായിട്ടുള്ള കാര്യമാണ്. ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. ഫിൽ മഖ്ബറത്തിൽ മുസബ്ബല, മുസബ്ബലത്തായ മഖ്ബറയിൽ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. വഹിയല്ലത്തി ഇഅ്താദഹു അഹ്ലുൽ ബിലാദി അദ്ദഫ്നു ഫിയ, ഒരു നാട്ടിൽ മുസ്ലിമീങ്ങൾ പൊതുവായി എല്ലാവരും കൂടി മറമാടാൻ ഉപയോഗിക്കുന്ന മഖ്ബറക്കാണ് മഖ്ബറ മുസബ്ബല എന്ന് പറയുക. അങ്ങനെയുള്ള സ്ഥലത്ത് ഖബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല. വമിസ്ലുഹ അൽ മൗഖൂഫ, അതുപോലെ തന്നെയാണ് മൗഖൂഫായ സ്ഥലങ്ങളും. നമ്മുടെ പള്ളികളൊക്കെ മിക്കവാറും എന്താണ്, ഖബർസ്ഥാൻ മൗഖൂഫായ സ്ഥലങ്ങളാണ്. ഇപ്പൊ മൗഖൂഫായ സ്ഥലങ്ങളാകട്ടെ മുസബ്ബലായ സ്ഥലങ്ങളാകട്ടെ അവിടെ മഖ്ബറകൾ ഉണ്ടാക്കാൻ പാടില്ല, ഖബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല. അത് ഹറാമായ കാര്യമാകുന്നു. വജബ അലാ ഉലാത്തിൽ അംർ, ഭരണാധികാരികളെ സംബന്ധിച്ച് അവർക്ക് നിർബന്ധമായ കാര്യമാണ്. ഹദ്മു അൽ അബ്നിയത്തില്ലതി ഫിൽ മഖാബിരിൽ മുസബ്ബല, മുസബ്ബലത്തായ ഭൂമികളിൽ കെട്ടിയുറപ്പെട്ടിട്ടുള്ള മഖ്ബറകൾ പൊളിച്ചു മാറ്റണം. ആരാ പറഞ്ഞത്? മുജാഹിദ് പറയുന്നല്ല, സലഫി പറയുന്നല്ല, ഇബ്നു ഹജർ ഹൈതമി അദ്ദേഹത്തിന്റെ ഫതാവയിൽ എഴുതിയതാണ്. അങ്ങനെ ഖബർ കെട്ടിപ്പൊക്കിയാൽ അത് പൊളിച്ചു മാറ്റേണ്ടതാണ്. വഖദ് അഫ്താ ജമാഅത്തുൻ മിൻ ഉലമാഇ ശാഫിഇയ്യ, ശാഫിഈ മദ്ഹബിലെ വിഖ്യാതന്മാരായ ഉലമാക്കന്മാര് ഫത്വ കൊടുത്തിട്ടുണ്ട്. ബിഹദ്മി കുബ്ബത്തിൽ ഇമാം ഷാഫി, ഇമാം ഷാഫി റഹിമഹുല്ലയുടെ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഖബർ പൊളിക്കണം എന്ന് ഷാഫി മദ്ഹബിലെ ഉലമാക്കന്മാര് ഫത്വ കൊടുത്തിട്ടുണ്ട്. ബിഹദ്മിൽ ഖുബ്ബത്തിൽ ഇമാം ഷാഫി ഫൈൻ സുരിഫ അലൈഹാ ഉലൂഫൻ മിനദ് ദനാനീർ, അത് പൊളിക്കുന്നതിന് ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവായാലും ശരി അത് പൊളിച്ചു കളയണം. കാരണം എന്താ അറിയോ? എന്താണ് കൗനിഹാ ഫിൽ മഖ്ബറത്തിൽ മുസബ്ബല, അത് മഖ്ബറ മുസബ്ബലയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ ഉണ്ടാക്കാൻ പാടില്ല, ഉണ്ടാക്കിയാൽ ഹറാമായ കാര്യമാണ്, പൊളിക്കേണ്ടതാണ് എന്ന് തന്നെ. അപ്പൊ ഇമാം ഷാഫിയേക്കാൾ വലിയൊരു മഹാനായ ആളുണ്ടോ ഷാഫിയാക്കൾക്ക്? ഇമാം ഷാഫിയുടെ ഖബർ പോലും കെട്ടിപ്പൊക്കിയതാണ്, കെട്ടിപ്പൊക്കിയ പൊളിക്കണം എന്ന് ഷാഫി മദ്ഹബിലെ ഉലമാക്കന്മാർ ഫത്വ കൊടുത്തു എന്നാ പറയുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലോ, നമ്മുടെ നാട്ടിൽ ഷാഫിയാക്കൾ എന്ന് പറയുന്നവരായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഖബറുകൾ മുഴുവൻ കെട്ടിപ്പൊക്കുക, അവിടെ ഉറൂസും ഉത്സവങ്ങളും ഉണ്ടാക്കുക. ഇതാണ് ഇപ്പൊ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇമാം ഷാഫിയിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. എന്താണത്? ഇമാം ഷാഫി പറയുന്നു, ഇന്നമാ ഉഹിബ്ബു അൻ യുശഖസ അലാ വജ്ഹിൽ അർളി ശിബ്റ, ഒരു ഖബർ ഭൂമിയിൽ നിന്ന് ഒരു ചാണ് മാത്രം ഉയർന്നതാണ് എനിക്കിഷ്ടം, അതാണ് ചെയ്യേണ്ടത്. വ ഉഹിബ്ബു അല്ലാ യുബ്ന വലാ യുജസ്സസ്, ഖബർ മേൽ കെട്ടിയുയർത്തുകയോ അത് കുമ്മായമിടുകയോ ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വലമ്മറ ഖുബൂറൽ മുഹാജിരീന വൽ അൻസാരി മുജസ്സസ, മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഖബറുകൾ അങ്ങനെ കുമ്മായമിട്ടതായി ഞാൻ കണ്ടിട്ടില്ല. ഖബർ പുണ്യവാളന്മാരുടെ കുമ്മായമിടാമെന്നാണെങ്കിൽ അത് ഇടേണ്ടതായിരുന്ന മുഹാജിരീങ്ങളുടെയും അൻസാരികളുടെയും അവനേക്കാളും വലിയ ഔലിയാക്കന്മാർ ദുനിയാവിലില്ല, അവരുടെയും ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് പറയുന്നു, വഖദ് റഅയ്തു മിനൽ വുലാത്തി, ഭരണാധികാരികളെ ഞാൻ കണ്ടിട്ടുണ്ട്. മൻ യഹ്ദിമു ബിമക്ക, മക്കയിൽ അവൾ പൊളിച്ചു മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. മാ യുബ്ന ഫീഹ, അവിടെ കെട്ടിയുയർത്തപ്പെട്ട കബറിടങ്ങളെ പൊളിച്ചു മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വലം മറൽ ഫുഖഹാ യഈബുന ദാലിക, ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ അത് പാടില്ല എന്ന് വിലക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ കിതാബിൽ ഉമ്മിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഷാഫി മദ്ഹബ്. ഈ ഷാഫി മദ്ഹബ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഖബർ കെട്ടിപ്പൊക്കൽ സുന്നത്തായ കാര്യമാവുക? അപ്പൊ ആരുടെ കയ്യിലാണ് അഹ്ലുസുന്നത്തിന്റെ പേറ്റന്റ് അവകാശമുള്ളത്? ഈ പറഞ്ഞ ബിദഅത്തായ കാര്യങ്ങൾ മുഴുവനും ചെയ്യുകയും ഞങ്ങളാണ് യഥാർത്ഥത്തിലുള്ള അഹ്ലുസുന്നത്ത് എന്ന് വാദിക്കുകയും ചെയ്താൽ അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പം നമ്മൾ ശരിയായ പാതയിലാണുള്ളത്. നമ്മൾ സലഫികളായ ആളുകൾക്ക് ഈ കാര്യത്തിൽ പക്ഷപാതിത്വമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും ദീനായി ആചരിച്ചതും വിശ്വസിച്ചതും എന്തോ അതാണ് നമ്മൾ ദീനായി സ്വീകരിക്കുന്നത്. അവിടെ ഉണ്ടോ നമ്മളത് സ്വീകരിക്കും. അത് ആരിൽ നിന്നും നമ്മൾ സ്വീകരിക്കും. അതല്ലാത്ത കാര്യം ദുനിയാവിൽ ആര് പറഞ്ഞാലും, ഏത് ഹോജ പറഞ്ഞാലും, ഏത് ആലിമ് പറഞ്ഞാലും അതൊന്നും ദീനായി അംഗീകരിക്കാൻ പാടില്ല എന്നതാണ് ദീനുൽ ഇസ്ലാമിന്റെ ഉസൂലിയായ നിയമം. അതനുസരിച്ചാണ് നമ്മൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരിമിതപ്പെട്ട ആളുകളാണ് എങ്കിലും കുറഞ്ഞ ആളുകളുടെ ജിഹാദ്, നേരത്തെ ഞാൻ കേസ് വായിച്ചല്ലോ, ഒരു വലിയ നാട്ടിലെ മുഴുവൻ ആളുകളും വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടും ആ വിപ്ലവങ്ങളെയൊക്കെ തൃണവൽക്കരിച്ച് ധീരമായി പോരാടിയതിന്റെ ഫലമായിട്ടാണ്
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇസ്ലാമിക ദഅവത്തും ലാ ഇലാഹ ഇല്ലല്ലയും ഇന്ന് കാണുന്നത് പോലെ ഇങ്ങനെ ഉറച്ചു ഉയർന്നു നിൽക്കാനുണ്ടായിട്ടുള്ള കാരണം ത്യാഗം ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ അതുണ്ടാവുകയുള്ളൂ. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടേതായ ഒരു ചെറിയൊരു സ്ഥാപനം ഉണ്ടായിട്ടുണ്ട്, പള്ളികൾ ഉണ്ടായിട്ടുണ്ട്, മതസ്ഥാപനങ്ങളായി വളർന്നു വരുന്നുണ്ട്. അതിനെ എല്ലാവരും സഹകരിക്കണം. ഈ നാട്ടിലെ ജനങ്ങളും ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനും വിലയിരുത്താനും ദീനുൽ ഇസ്ലാമിന്റെ ശരിയായ പാത പിന്തുടരാനും തയ്യാറാകണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിലും ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ ശരിയായ മാർഗങ്ങൾ അനുസരിച്ച് സഹാബത്തിന്റെയും താബീങ്ങളുടെയും പുണ്യപുരുഷന്മാരുടെയും ഔലിയാക്കന്മാരുടെയും അമ്പിയാക്കന്മാരുടെയും സരണിയിൽ ശരിയായ അഹ്ലുസുന്നത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ജീവിക്കുവാനും ഇരു ലോകത്തും വിജയിക്കുവാനും റബ്ബുൽ ഇസ്സത്ത് നമ്മൾക്കെല്ലാം തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനുൽ ഇസ്ലാമിന്റെ പ്രചാരകനാകാനും അതിന് ഇസ്സത്തോടുകൂടി നിലനിൽക്കാനുമുള്ള മനക്കരുത്ത് നമുക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.